ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഉബൈദ് ആദിനാട്, PSC എക്സാം ഹെൽപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി നടക്കാൻ പോകുന്ന കുറച്ച് ജില്ലകളുടെ LDC എക്സാമുകളുണ്ട്. അവർക്ക് വേണ്ടി നമ്മളൊരു ഫൈനൽ ടച്ചപ്പ് ആണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് സ്കൂൾ ടെക്സ്റ്റിലെയും അല്ലാത്തതുമായിട്ടുള്ള പ്രീവിയസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കൊരു വീഡിയോയിലേക്ക് പോകാം. 14 സെന്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയായ ഒരു കാർഡ്ബോർഡിന്റെ 4 മൂലകളിൽ നിന്നും 1 സെന്റിമീറ്റർ വീതം വശമുള്ള സമചതുരങ്ങൾ മുറിച്ചു മാറ്റുന്നു എങ്കിൽ ബാക്കി വരുന്ന ഭാഗത്തിന്റെ പരപ്പളവെത്ര, ചുറ്റളവെത്ര? 2 ചോദ്യങ്ങളാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. PSC ചിലപ്പോൾ ഒന്നുകിൽ ചുറ്റളവ് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ പരപ്പളവ് മാത്രം ചോദിക്കാം. നമ്മൾ ഇന്നത്തെ 5ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പരപ്പളവ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. 14 സെന്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയായ ഒരു കാർഡ്ബോർഡിൽ നിന്നും 4 മൂലകളിൽ നിന്നും 1 സെന്റിമീറ്റർ വശമുള്ള ഓരോ സമചതുരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ബാക്കി വരുന്ന ഭാഗത്തിന്റെ പരപ്പളവെത്ര, ചുറ്റളവെത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. പരപ്പളവ് അതിനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കാം. ആദ്യം സമചതുരാകൃതിയായ ഒരു കാർഡ്ബോർഡ്, സമചതുരാകൃതി ഒരു കാർഡ്ബോർഡ്. ഓക്കെ, വശത്തിന്റെ നീളം 14 സെന്റിമീറ്റർ. ഓക്കെ ആണേ, വശത്തിന്റെ നീളം 14 സെന്റിമീറ്റർ. 14 സെന്റിമീറ്റർ വശമുള്ള സമചതുരാകൃതി ഒരു കാർഡ്ബോർഡ്. ഇതിന്റെ 4 മൂലയിൽ നിന്നും 1 സെന്റിമീറ്റർ, 4 മൂലയിൽ നിന്നും 1 സെന്റിമീറ്റർ വശമുള്ള എന്ത് ചെയ്യാണ് ഒരു കാർഡ്ബോർഡ് മുറിച്ചു മാറ്റുന്നു. 1 സെന്റിമീറ്റർ വശമുള്ള 4 മൂലയിൽ നിന്നും ഒരു സമചതുരങ്ങൾ മുറിച്ചു മാറ്റുന്നു എങ്കിൽ ബാക്കിയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എത്ര? 14 സെന്റിമീറ്റർ. 14 സെന്റിമീറ്റർ സമചതുരത്തിൻ്റെ വശ നീളം 14 സെന്റിമീറ്റർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തോടൂ. സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ, പരപ്പളവ് എന്ന് വെച്ചാൽ വിസ്തീർണം, ഇംഗ്ലീഷിൽ ഏരിയ. കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? A² അല്ലേ? A² ആണേ, A². ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? A² കണ്ടുപിടിക്കാം. അപ്പോൾ എന്തോ 14 × 14. 14 സെന്റിമീറ്റർ × 14 സെന്റിമീറ്റർ എത്ര കിട്ടും? 196 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, വശത്തെ നീളം എത്ര? 14 സെന്റിമീറ്റർ. അപ്പോൾ എന്തുവാ? വിസ്തീർണം 14 × 14 എത്ര? 196 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഇതിന്റെ മൊത്തം പരപ്പളവ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ മുറിച്ച് മാറ്റുന്നതിന് മുമ്പുള്ള മൊത്ത ഭാഗത്തിന്റെയും പരപ്പളവ്. ക്ലിയർ ആണേ? ക്ലിയർ ആണേ? ഇനി 4 മൂലയിൽ നിന്നും 1 സെന്റിമീറ്റർ വീതമുള്ള ഒരു കാർഡ്ബോർഡ് ഞാൻ അങ്ങ് മുറിച്ചു മാറ്റുവാണ്ട്. 1 സെന്റിമീറ്റർ വീതമുള്ള ഒരു കാർഡ്ബോർഡ് ഞാൻ അങ്ങ് മുറിച്ചു മാറ്റി. ദാ നോക്കിക്കൂ. ഒരു സെന്റിമീറ്റർ വീതമുള്ള കാർഡ്ബോർഡ്. അപ്പോൾ നോക്കിയേ, ഇത് 1 സെന്റിമീറ്റർ, ഇത് 1 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ. ക്ലിയർ? 1 സെന്റിമീറ്റർ വീതമുള്ള മുറിച്ചു മാറ്റി. ഓക്കെ, നമ്മൾ തന്നെ മുറിച്ചു മാറ്റിയ കാർഡ്ബോർഡ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതും. അതാണ്ട് ഇതാണ് മുറിച്ചു മാറ്റിയ കാർഡ്ബോർഡ്. മുറിച്ചു മാറ്റിയ കാർഡ്ബോർഡ്. ഓക്കെ ആണേ? ഇതെന്തുവാ? 1 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ. സമചതുരത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? A² അല്ലേ? A². അപ്പോൾ എന്തുവാ? 1 സെന്റിമീറ്റർ × സെന്റിമീറ്റർ. അപ്പോൾ എന്തോ 1 സെന്റിമീറ്റർ × 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ മുറിച്ചു മാറ്റിയ ഈ കാർഡ്ബോർഡിന്റെ മാത്രം വിസ്തീർണം. ക്ലിയർ ആവുന്നുണ്ടോ? ഈ മുറിച്ചു മാറ്റിയ ഈ കാർഡ്ബോർഡിന്റെ മാത്രം വിസ്തീർണം 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അപ്പോൾ ഇവിടെ ഒരെണ്ണം, 2, 3, 4. അപ്പോൾ എത്ര സെന്റിമീറ്റർ സ്ക്വയർ മാറും? 4 സെന്റിമീറ്റർ സ്ക്വയർ ഇവിടെ നിന്ന് മാറും. മനസ്സിലായല്ലോ? 4 സെന്റിമീറ്റർ സ്ക്വയർ കാർഡ്ബോർഡിനകത്ത് 4 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് മാറും. മനസ്സിലായോ? ഒരെണ്ണം വെച്ചുള്ള 4. ഇപ്പോൾ ഇവിടുത്തെ 1 സെന്റിമീറ്റർ സ്ക്വയർ വെച്ചുള്ള 1 സെന്റിമീറ്റർ സ്ക്വയർ വെച്ചുള്ള എത്ര എണ്ണ? 4 എണ്ണം. അപ്പോൾ 4 സെന്റിമീറ്റർ സ്ക്വയർ എന്ത് ചെയ്യും? ഈ മൊത്തം വിസ്തീർണത്തിൽ നിന്ന് മാറും. മൊത്തം വിസ്തീർണത്തിൽ നിന്ന് 4 എണ്ണം മാറും. അപ്പോൾ എത്രയുണ്ട്? 196 - 4 = 192 സെന്റിമീറ്റർ സ്ക്വയർ ആണ് മുറിച്ചു മാറ്റിയതിന് ശേഷമുള്ള സമചതുരത്തിന്റെ വിസ്തീർണം.
മുറിച്ച് മാറ്റിയതിനു ശേഷമുള്ള സമയത്തിന്റെ ബാക്കിയുള്ള ഭാഗത്തിന്റെ വിസ്തീർണം. ഞാൻ മുറിച്ച് മാറ്റിയ ഭാഗങ്ങളൊന്ന് മുറിച്ച് മാറ്റുമോ, അതാണ് നോക്കിക്കോ, അതാണ് മാറ്റുമോ നോക്കൂ. ഓക്കെ, നമുക്ക് ആണ്ടേ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒന്നുകൂടെ ഞാനൊന്ന് പറയാം, ജസ്റ്റ് ഒരു വട്ടോടൊന്ന് പറയാം, ശ്രദ്ധിച്ചോ. ആണ്ടേ, ഒരു സമചതുരാകൃതിയായ ഒരു കാർഡ്ബോർഡിന്റെ ഒരു വശത്തെ നീളം 14 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 14ന്റെ സ്ക്വയർ 196 മുറിച്ച് മാറ്റുന്നതിന് മുമ്പ്. ഓരോ വശത്തു നിന്നും 1 സെന്റിമീറ്റർ വീതമുള്ള സമയം മുറിച്ചു മാറ്റി. അപ്പോൾ എന്തോ, ഒരു വശത്ത് നിന്ന് 1 സെന്റിമീറ്റർ ആകുമ്പോൾ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ വിസ്തീർണം. ഇവിടെ 1, ഇപ്പൊ 2 ആയി, ഇവിടെ 1, 3, ഇവിടെ 4. അപ്പോൾ മൊത്തത്തിൽ 4 സെന്റിമീറ്റർ സ്ക്വയർ മുറിച്ചു മാറ്റി. ഓക്കെ, മൊത്തം 196, അതിൽ നിന്ന് 4 കുറച്ചു 192 സെന്റിമീറ്റർ സ്ക്വയർ ആണ് മുറിച്ചു മാറ്റിയതിന് ശേഷമുള്ള ഞാൻ ഈ വരച്ചേക്കുന്ന ഭാഗത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഓക്കെ, ഇതിനകത്ത് രണ്ടാമത് ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നിങ്ങളത് തെറ്റിക്കരുത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, രണ്ടാമത് ചോദിച്ചേക്കുന്നതിൻ്റെ ചുറ്റളവ് എത്ര എന്നല്ലേ ചോദിച്ചേക്കുന്നത്? ഇതിൻ്റെ ചുറ്റളവ് എത്ര ആണ് ചോദിച്ചേക്കുന്നത്. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ ഓരോ വശത്തു നിന്നും 1 സെന്റിമീറ്റർ വീതമുള്ള സമയം മുറിച്ച് മാറ്റിയതിന് ശേഷമുള്ള ഇതിൻ്റെ ചുറ്റളവ് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ആദ്യം പറയുന്ന സമചതുരത്തിൻ്റെ ചുറ്റളവുണ്ടല്ലോ, അത് തന്നെ ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. സമയത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? 4a. ഒരു വശത്തിൻ്റെ നീളം എത്ര? 14 സെന്റിമീറ്റർ. അപ്പോൾ എന്താണ്? 14 ഇൻറ്റു 4. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ 14 ഇൻറ്റു 4. ഉണ്ട് 14, 16, 6 ഇഷ്ടമൊന്ന്, ഒരു 4, 1, 5, 56 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടായിരിക്കും, മുറിച്ച് മാറ്റിയില്ലയോ സാറേ, പിന്നെ എങ്ങനെ ഈ 56 കിട്ടുന്നേ? ഇത് മുറിച്ച് മാറ്റുന്നതിന് മുമ്പല്ലായിരുന്നു അപ്പോൾ ഇവിടുത്തെ 56? അതാണ്ട് നോക്കിയേ, ഇവിടെ ഇങ്ങനെ മുറിച്ച് മാറ്റുന്നതിന് മുമ്പ് ഞാൻ മുറിച്ച് മാറ്റുന്നതിന് മുമ്പ് വരയ്ക്കുക. ഇതല്ലയോ 14, 28, 56 ഇങ്ങനെ അല്ലയോ വരുന്നേ സാറേ എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരിക്കാം. ഇതിനകത്ത് മാറത്തില്ല എന്ന് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ചുറ്റളവെന്നാണ് പറയുന്നത്. ചുറ്റളവെന്ന് പറയുമ്പോൾ ഇവിടുത്തെ 1 സെന്റിമീറ്റർ ഞാൻ അങ്ങ് മുറിച്ച് മാറ്റി. നിങ്ങൾ നോക്കിയോ, ഇവിടുന്ന് 1 സെന്റിമീറ്റർ ഞാൻ മുറിച്ചങ്ങ് മാറ്റി. ഇവിടുന്ന് 1 സെന്റിമീറ്റർ മുറിച്ച് മാറ്റിയാൽ എനിക്ക് ഇവിടെ കിട്ടത്തില്ലേ ആ മുറിച്ച് മാറ്റിയ 1 സെന്റിമീറ്റർ? ഇവിടുന്ന് ഞാൻ 1 സെന്റിമീറ്റർ മുറിച്ച് മാറ്റി എങ്കിൽ എനിക്ക് ഇവിടെ കിട്ടത്തില്ലേ ആ 1 സെന്റിമീറ്റർ? ഇവിടുന്ന് 1 സെന്റിമീറ്റർ ഞാൻ മുറിച്ച് മാറ്റി എങ്കിൽ പകരം ഇവിടെ കിട്ടും എനിക്കത്. ഇവിടുന്ന് മുറിച്ച് മാറ്റിയാൽ ഇവിടെ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടുന്ന് മുറിച്ച് മാറ്റിയാൽ ഇവിടെ, ഇവിടുന്ന് മുറിച്ച് മാറ്റിയാൽ ആ 1 ഇവിടെ വരുന്നുണ്ട്. ഇവിടുന്ന് പോകുന്ന 1 പകരം എന്താ ഇവിടെ വരുന്നു, ഇവിടുന്ന് പോകുന്ന 1 പകരം എന്താ ഇവിടെയും വരുന്നുണ്ട്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടം വരെ 14 ആയിരുന്നു, ഇവിടുന്ന് 1 പോയി, ഇവിടുന്ന് 1 പോയി, അപ്പൊ ഇവിടെ എത്രയുള്ളൂ? ഇവിടെ വരെ 12 ഉള്ളൂ. ഇവിടെ 1, ഇവിടെ 1 പോയാൽ ഇവിടെയും 12 ഉള്ളൂ. ഇവിടെ 1 പോയാൽ ഇവിടെയും 12, ഇവിടുന്ന് 1 പോയാൽ 12, ഇപ്പൊ 12 ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചേ, 12, 12, 24, 36, 48. ഈ മുറിച്ച് മാറ്റി ഈ ഭാഗം എല്ലാവരും കൂട്ടുമ്പോൾ 48 എന്ന് കിട്ടും. ഇനി എന്തുണ്ട്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 48, 1, 49, 50, 51, 52, 53, 54, 55, 56. മൊത്തോടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമോ? 56 എന്ന് കിട്ടും. മനസ്സിലായോ? ഇവിടുന്ന് എത്ര? 1, 2, 3, 4, 5, 6, 7, 8. 8 പോയാൽ തിരിച്ച് ഇവിടെ 8 കിട്ടുന്നുണ്ട്. ആൻസർ 56 തന്നെ വരും. ആൻസറിനകത്ത് യാതൊരുവിധ മാറ്റവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഓരോ സൈഡിൽ നിന്നും ഇത്ര സെന്റിമീറ്റർ വീതം മുറിച്ചു മാറ്റിയാൽ വരുന്ന പുതിയ സമയത്തിന്റെ ചുറ്റളവ് നിങ്ങളോട് ചോദിച്ചാൽ ആദ്യം പറയുന്ന സമയത്തിന്റെ ചുറ്റളവ് എത്രയാണോ അത് തന്നെ ആയിരിക്കും. വിസ്തീർണം മാത്രമേ മാറത്തുള്ളൂ. നമ്മൾ ഈ ചുറ്റളവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന, ഉദാഹരണം, നിങ്ങൾ വേലി കെട്ടാൻ പറയുന്നു, നിങ്ങളടുത്ത് പറയുന്നു ഇങ്ങനെ ഭാഗത്ത് വേലി കെട്ടാൻ പറയുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ ഇത്രയും ഭാഗം വേലി കെട്ടും, ഇവിടെ കെട്ടും, ഇവിടെ കെട്ടും, ഇവിടെ കെട്ടും. നിങ്ങൾ ഇത്രയും ഭാഗം വസ്തു അങ്ങ് വിറ്റു, ഇത്രയും വസ്തു വിറ്റു. ഇവിടുന്ന് 1 സെന്റിമീറ്റർ നീളത്തിലും ഇവിടുന്ന് 1 സെന്റിമീറ്റർ നീളത്തിലും വസ്തു വിറ്റു. ബാക്കി വരുന്ന ഭാഗത്ത് ഇത്രയും ഭാഗം വസ്തു നിങ്ങൾ അങ്ങ് വിറ്റു മാറ്റി എങ്കിൽ ബാക്കി വരുന്ന ഭാഗത്തിന് നിങ്ങൾ വേലി കെട്ടാൻ പറഞ്ഞാൽ ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്ന വേലി എടുത്ത് നിങ്ങൾ ഇവിടെ കെട്ടേണ്ടി വരത്തില്ലയോ?
ഇവിടെ കെട്ടേണ്ട വേലി എടുത്ത് നിങ്ങൾ ഇവിടെ കെട്ടേണ്ട വേലി എടുത്ത് ഇവിടെയും കെട്ടത്തില്ലയോ? അപ്പോൾ ഇത് ഇവിടെ വന്നു, ഇത് ഇവിടെയും വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കെട്ടേണ്ട സ്ഥലത്തുനിന്ന് മാറ്റമൊന്നും വരുന്നില്ല. നിങ്ങൾ ഇത്രയും ഭാഗം നഷ്ടപ്പെട്ടു, പക്ഷെ വേലി ഇവിടെയും നിങ്ങൾ കെട്ടണ്ടായോ? അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചുറ്റളവ് എന്ന് പറയുമ്പോൾ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല, വിസ്തീർണത്തിനകത്ത് മാത്രമേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് വീണ്ടും ക്ലാസ് എടുത്തിട്ട് തരുന്നതായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. നമ്മുടെ ചിത്രത്തിൽ കാണുന്ന ആകൃതിയിലുള്ള കാർഡ്ബോർഡിൽ നിന്ന് വശത്തിന്റെ നീളം 1 സെന്റിമീറ്റർ ആയ എത്ര സമയദൂരങ്ങൾ മുറിച്ചെടുക്കാം? മനസ്സിലായില്ല? എന്നിട്ടൊരു പടവും തന്നിട്ടുണ്ട്. ഇത് 5ാം ക്ലാസ്സിലെ പരപ്പളം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചിത്രത്തിൽ കാണുന്ന ആകൃതിയിലുള്ള കാർഡ്ബോർഡിൽ നിന്ന് വശത്തിന്റെ നീളം 1 സെന്റിമീറ്റർ ആയ സമയദൂരങ്ങൾ മുറിച്ചെടുക്കാം. എത്ര സമയദൂരങ്ങൾ മുറിച്ചെടുക്കാം? ഇതാണ്. അപ്പോൾ ആദ്യം നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു പടം തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചതുരാകൃതിയാണ്, ചതുരം. ഈ ചതുരത്തിൻ്റെ നീളം തന്നിട്ടുണ്ട്. നീളം എന്ന് പറയുന്നത് നീളം 10 സെൻറ്റിമീറ്റർ ആണ്. അതെ, വീതി തന്നിട്ടുണ്ട്. വീതി എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററുമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചതുരത്തിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നീളം ഗുണം വീതിയാണ്. കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തോ? നീളം ഗുണം വീതി എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതാണ് ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത്. നീളം ഗുണം വീതി. നീളം തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. വീതി എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. ആൻസർ പൈറ്റ് 3 30 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആണോ? 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മളുടെ ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ശ്രദ്ധിച്ചോണം, ഇന്നത്തെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചോണം. ഞാനിപ്പോൾ ഇവിടെ വരെ എഴുതി നിങ്ങൾക്ക് മനസ്സിലായോ? നീളം 10 സെൻറ്റിമീറ്ററും വീതി 3 സെൻറ്റിമീറ്ററും കിട്ടി. 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ വിസ്തീർണം. ക്ലിയർ? ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വശത്തിൻ്റെ നീളം 1 സെൻറ്റിമീറ്ററായ എത്ര സമയദൂരങ്ങൾ മുറിച്ചു മാറ്റാവുന്നല്ലേ? നമ്മൾ ഒരു കാര്യവും ശ്രദ്ധിക്കണം. വശത്തിൻ്റെ നീളം 1 സെൻറ്റിമീറ്റർ ആയ സമയത്തിൻ്റെ വിസ്തീർണം എത്രയാണെന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, വശത്തിന് നീളം 1 സെൻറ്റിമീറ്റർ ആയ ഒരു സമയം. ഓക്കെ, 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ. വശത്തിൻ്റെ നീളം 1 സെൻറ്റിമീറ്റർ ആയ ഒരു സമയം. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. നീളം ഗുണം വീതി തന്നെ, അല്ലെങ്കിൽ എ സ്ക്വയറോ എന്ത് വേണേലും എടുക്കാം. നീളം 1 സെൻറ്റിമീറ്റർ. നീളം എന്ന് പറയുന്നതും 1 സെൻറ്റിമീറ്റർ. വീതി എന്ന് പറയുന്നതും 1 സെൻറ്റിമീറ്റർ. നീളം 1 സെൻറ്റിമീറ്റർ, വീതി 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നീളം ഗുണം വീതി 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ? 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. 1 സെൻറ്റിമീറ്റർ സ്ക്വയർ വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 1 വശത്തിൻ്റെ നീളം 1 സമചതുരത്തിൻ്റെ വിസ്തീർണമാണ് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? അപ്പോൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു സമചതുരത്തിൻ്റെ സ്പേസ് ആണ്. 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഈ ഒരു സമചതുരം എത്ര സ്ഥലം വേണം എന്ന് ചോദിച്ചാൽ, ആ സമയത്തിന് എത്ര സ്ഥലം വേണം എന്ന് ചോദിച്ചാൽ, ഈ സമയത്തിന് ഉൾക്കൊള്ളാൻ എത്ര സ്ഥലം വേണമെന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ സ്ഥലം വേണം. ഓക്കെ, 1 സെൻറ്റിമീറ്റർ സ്ക്വയർ സ്ഥലം വേണം. അപ്പോൾ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിലോ നമുക്ക് എന്താ അറിയാം? 2 സെൻറ്റിമീറ്റർ സ്ക്വയർ വിസ്തീർണം എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമുള്ള 2 സമയരങ്ങൾ മുറിച്ചു മാറ്റാം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുള്ള 3 സമയരങ്ങൾ മുറിച്ചു മാറ്റാം. അപ്പോൾ നോക്കിയേ, ഇവിടെ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? 30 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ? നോക്ക്, 30ൻ്റെ വിസ്തീർണം 30 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ എത്ര? 30 എണ്ണം. 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുള്ള 30 എണ്ണം. കാര്യം എന്താ? 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഇതിൻ്റെ വിസ്തീർണം 1 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാൽ ഇതുപോലെ 2 എണ്ണം മുറിക്കാം. 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതുപോലെ 3 എണ്ണം മുറിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 30 കിട്ടിയില്ലേടൂ. ഈ 30 കിട്ടിയാൽ ഇതേ അളവിലുള്ള എത്ര എണ്ണം മുറിച്ച് മാറ്റാൻ പറ്റും? 3 എണ്ണം മുറിച്ച് മാറ്റാൻ പറ്റും. ക്ലിയർ? 30 എണ്ണം മുറിച്ച് മാറ്റാം. അങ്ങനെയുള്ള 30 എണ്ണം ഉണ്ടെങ്കിൽ 30 എണ്ണം മുറിച്ച് മാറ്റാം. ഇവിടെ വരെ ഓക്കെ ആണോ? ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? 30 എണ്ണം ഓക്കെ. പക്ഷേ ചിത്രത്തിൽ കാണുന്ന ആകൃതിയിലുള്ള ശ്രദ്ധിച്ചോ, ചിത്രത്തിൽ കാണുന്ന ആകൃതിയിലുള്ള ഈ ആകൃതി എന്ന് പറയുമ്പോൾ ഇത് ഫുള്ള് സമചതുരം അല്ല, ചതുരം അല്ല. എന്ന് വെച്ചാൽ ഈ ഭാഗം കണ്ടോ, ഇവിടെ ഒരു ബ്ലാങ്കാണ്. ഇത്രയും ഭാഗമൊന്നും ഇല്ല. എന്ന് വെച്ചാൽ എന്തുവാ? 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും ഇവിടെ ഇല്ല.
1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയും ഇല്ല എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ സ്ക്വയർ വിസ്തീർണം അതിനില്ല എന്നാണ് അർത്ഥം. 1 സെന്റിമീറ്റർ സ്ക്വയർ വിസ്തീർണം ഇല്ല. നമ്മൾ ഈ കണ്ടുപിടിച്ചേക്കുന്നത് ഈ മൊത്ത നീളവും ഈ മൊത്ത വീതിയും എന്ന് വെച്ചാൽ ഇത് ഭാഗം എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഇതും എല്ലാം ഉൾപ്പെടുന്ന ഭാഗം ഈ മൊത്ത ഭാഗമാണ് 30. പക്ഷെ ഇതിനെന്തില്ല? 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയില്ല എന്ന് വെച്ചാൽ 1 സെന്റിമീറ്റർ സ്ക്വയർ വിസ്തീർണം ഇതിനില്ല. എന്ന് വെച്ചാൽ മൊത്തം 30 ആണെങ്കിൽ ഈ 1 സെന്റിമീറ്റർ നീളം 1 സെന്റിമീറ്റർ വീതി 1 സെന്റിമീറ്റർ സ്ക്വയർ ഇല്ല. അത് കുറച്ചാൽ എത്ര കിട്ടും? 29 സെന്റിമീറ്റർ സ്ക്വയറേ ഈ ചിത്രത്തിനുള്ളൂ. ഈ ചിത്രത്തിന് 29 സെന്റിമീറ്റർ സ്ക്വയർ വിസ്തീർണമേ ഉള്ളൂ. 1 സെന്റിമീറ്റർ സ്ക്വയർ വിസ്തീർണം എന്ന് വെച്ചാൽ 1 സമയതരം. 2 സെന്റിമീറ്റർ സ്ക്വയർ വിസ്തീർണം വെച്ചാൽ 2 സമയതരം. ഇപ്പം എത്ര ഉണ്ട്? 29 സെന്റിമീറ്റർ സ്ക്വയർ വിസ്തീർണമേ ഈ രൂപത്തിനുള്ളൂ. അപ്പോൾ 29 എണ്ണമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതിൽ നിന്ന് മുറിച്ചു മാറ്റാൻ പറ്റത്തുള്ളൂ. എത്ര എണ്ണം മാറ്റാൻ പറ്റത്തുള്ളൂ? 29 എണ്ണം. ക്ലിയർ ആണോ? ഇതൊക്കെ വെറും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി പടമൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കാതെ പോവും. ശ്രദ്ധിച്ചോണം. ഓക്കെ, യെസ്. നമുക്കൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ചിത്രത്തിൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ വിസ്തീർണം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്ത് ഇപ്പോൾ ഇതെങ്ങനെ ഷെയ്ഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗം തന്നു. ഇങ്ങനെ വന്നിട്ട് ചോദിക്കും ഇതിൻ്റെ വിസ്തീർണം കാണാൻ വേണ്ടി നമ്മൾ ചോദിക്കും ഇത്രയും ഭാഗം. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ചതുരമുണ്ട്. ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ, വീതി എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. ഇതിനകത്തൊരു ചതുരമുണ്ട്. അതിൻ്റെ നീളം എന്ന് വെച്ചാൽ 4 സെൻറ്റിമീറ്റർ, വീതി എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്ററാണ്. നമുക്ക് വേണ്ടത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം മതി. ഇത് വേണ്ട. നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ഈ ചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കണം. ഈ ചതുരത്തിൻ്റെ വിസ്തീർണം. ഓക്കെ, നീളം എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 6 സെൻറ്റിമീറ്റർ. വീതി എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ. അല്ലെങ്കിൽ നീളം 6 വീതി എന്തായാലും കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് പോയാലും കുഴപ്പമൊന്നുമില്ല. 12 സെൻറ്റിമീറ്റർ നീളം വീതിയും കിട്ടി. നമുക്ക് എന്താ ഇതിൻ്റെ വിസ്തീർണം അല്ലെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ 6 × 12 = 12 × 6 72 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നീളം 6 വീതി 12 അല്ല, വീതി 6 നീളം 12 എങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ആൻസർ 72. കാര്യം 6 × 12 72 വരത്തുള്ളൂ. ഓക്കെ, 72 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതെന്ന് പറയുന്നത് ഈ മൊത്ത ഭാഗത്തിൻ്റെയും വിസ്തീർണം. മൊത്ത ഭാഗത്തിന് നമ്മളോട് ഇതിനകത്തൊരു ഒരു ചെറിയൊരു ചതുരം ഇല്ലയോ? അതിൻ്റെ നീളം പറയുന്നുണ്ട്. നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററും വീതി എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നീളം ഗുണം വീതി. നീളം എന്ന് വെച്ചാൽ 4 സെൻറ്റിമീറ്ററും വീതി എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററും. 4 സെൻറ്റിമീറ്റർ സ്ക്വയറും. ഈ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്തിൻ്റെ മാത്രം വിസ്തീർണം. ക്ലിയർ ആവുന്നുണ്ടോ? ഈ 72 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഇത്രയും എല്ലാം കൂടെ ചേരുന്ന ഭാഗത്തിൻ്റെ വിസ്തീർണമാണ്. ഓക്കെ, ഈ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്തിൻ്റെ വിസ്തീർണമാണ്. നമുക്ക് വേണ്ടതായി ഷെയ്ഡ് ചെയ്താൽ മാത്രം മതി. ക്ലിയർ? ഈ മൊത്ത ഭാഗത്തിൻ്റെ വിസ്തീർണമായ 72 നിന്ന് മൊത്ത ഭാഗത്തിൻ്റെ വിസ്തീർണമായ 72 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ നിന്ന് ഇത്രയും ഭാഗത്തിൻ്റെ വിസ്തീർണമായ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ കുറച്ച് മാറ്റിയാൽ ബാലൻസ് വരുന്ന അല്ലേ ഇത്? മൊത്തം ആയ 72 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ നിന്ന് ഇത്രയും ഭാഗത്തിൻ്റെ വിസ്തീർണമായ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ കുറച്ച് മാറ്റിയാൽ ബാക്കി 68 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയും കിട്ടും. ഇതാണ് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ മാത്രം വിസ്തീർണം. നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇതിപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ മോഡൽ PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ ചതുരാകൃതിയായ ഒരു പുരയിടത്തിന് അകത്ത് 2 മീറ്റർ വീതിയിൽ ഒരു നടപ്പാത നിർമ്മിക്കണം. നടപ്പാതയുടെ വിസ്തീർണം എത്ര? പുറത്ത് നടപ്പാത നിർമ്മിക്കണം. നടപ്പാതയുടെ വിസ്തീർണം എത്ര? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് PSCയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതിൻ്റെ വേറൊരു രൂപമാണ് ഈ പറഞ്ഞു തന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ സ്കൂൾ ടെക്സ്റ്റിനകത്ത് ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനാണ്. ഇല്ലാത്ത ഞാൻ ആ പറഞ്ഞ മോഡലിൽ നടപ്പാതയുടെ വേണമെങ്കിൽ ഒരെണ്ണം ചെയ്യാം. അകത്തും പുറത്തും കുറുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരെണ്ണം ചെയ്യാം. അകത്ത് നടപ്പാത നിർമ്മിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പുറത്ത് നടപ്പാത നിർമ്മിക്കുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ നോക്കിയേ. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയായ ഒരു പുരയിടത്തിന് ചുറ്റും പുറത്തായി
2 മീറ്റർ വീതിയിൽ ഒരു നടപ്പാത നിർമ്മിക്കണം എങ്കിൽ നടപ്പാതയുടെ വിസ്തീർണം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയായ ഒരു പുരയിടത്തിന് ചുറ്റും പുറത്തായി 2 മീറ്റർ വീതിയിൽ ഒരു നടപ്പാത നിർമ്മിക്കണം എങ്കിൽ നടപ്പാതയുടെ വിസ്തീർണം എത്ര? നമുക്ക് പുറത്തും നടപ്പാത നിർമ്മിക്കാം, അകത്തും എല്ലാം നിർമ്മിക്കാം. 3 രീതിയുണ്ട്. കുറുകെ നിർമ്മിക്കാം. നമുക്ക് എല്ലാം കൂടെ ചെയ്യുന്നില്ല, ഞാൻ ഒരു ക്വസ്റ്റ്യനെ ചെയ്യുന്നുള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ ചെയ്യാം. ജോമെട്രി ടോപ്പിക് എടുക്കുമ്പോൾ നിങ്ങൾ ഓരോ ടോപ്പിക് വൈസ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യനെ കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മാത്രം. ഓക്കെ നോക്കിയേ, 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയായ ഒരു പുരയിടം. ഓക്കെ, 40 മീറ്റർ നീളം, ഓക്കെ, 30 മീറ്റർ വീതി ഉള്ള ചതുരാകൃതിയായ ഒരു പുരയിടത്തിന് ചുറ്റും പുറത്തായി 2 മീറ്റർ വീതിയിൽ ഒരു നടപ്പാത. അണ്ടേ, 2 മീറ്റർ വീതിയിൽ ഒരു നടപ്പാത. ഈ നടപ്പാതയുടെ വീതി എന്ന് പറഞ്ഞാൽ 2 മീറ്ററാണ്. ഇത് 2 മീറ്ററാണ്. ഓക്കെ, 2 മീറ്റർ ഒരു നടപ്പാത നിർമ്മിക്കണം എങ്കിൽ ഈ നടപ്പാതയുടെ വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. നടപ്പാതയുടെ വിസ്തീർണം എന്ന് വെച്ചാൽ ദാണ്ട് നമ്മൾ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഭാഗത്തിൻ്റെ വിസ്തീർണം ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണേ. ഈ നടപ്പാതയുടെ വിസ്തീർണം നമുക്ക് കണ്ടുപിടിക്കണം. ഇങ്ങനെ ഈ നടപ്പാതയുടെ വിസ്തീർണം കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം ലോജിക്ക് അങ്ങ് ഉപയോഗിച്ചാൽ മതി. എന്ത് ചെയ്യണം? ഈ ചതുരത്തിൻ്റെ വിസ്തീർണം ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ ഇതാ ഈ ചതുരത്തിൻ്റെ വിസ്തീർണം പിന്നെ കണ്ടുപിടിക്കണം. എന്നിട്ട് തമ്മിൽ കുറച്ചാൽ മതി. തമ്മിൽ കുറയ്ക്കുന്നതാണ് നടപ്പാതയുടെ വിസ്തീർണം എന്ന് പറയുന്നത്. വെച്ചാൽ ഈ ചതുരത്തിൻ്റെ വിസ്തീർണം വെച്ചാൽ ഇത് മൊത്തം വരും. അതുകൊണ്ട് ഈ ചതുരത്തിൻ്റെ വിസ്തീർണത ഇത്രയും ഭാഗം ഉണ്ടല്ലോ, അതങ്ങ് കുറച്ച് മാറ്റിയാൽ ബാലൻസ് വരുന്നത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം. നമുക്ക് ലോജിക്ക് നമുക്കറിയാം. നമ്മൾ അങ്ങനെ ചെയ്ത് സമയം കളയണ്ട. അങ്ങനെ അല്ലെങ്കിൽ ഈ ചതുരത്തിൻ്റെ നീളം വീതിയൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൻ്റെ നീളം വീതിയൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. നമ്മളങ്ങനെ ചെയ്യണ്ട. നടപ്പാത നിർമ്മിക്കുന്നത് പുറത്താണെങ്കിൽ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അകത്ത് നിർമ്മിക്കാൻ ഇക്വേഷൻ ഉണ്ട്, കുറുകെ നിർമ്മിക്കാൻ ഇക്വേഷൻ ഉണ്ട്. ഞാൻ പുറത്തിൻ്റെ മാത്രമേ പറയുന്നുള്ളൂ. പുറത്താണ് നിർമ്മിക്കുന്നതെങ്കിൽ ചതുരത്തിൻ്റെ നീളം L എന്ന് എടുക്കണം. ക്വസ്റ്റ്യനിൽ പറയുന്ന ചതുരത്തിൻ്റെ നീളം എത്ര? L. ഇവിടെ L എന്ന് പറയുന്നത് എത്രയാണ്? 40. ഓക്കെ, 40 മീറ്റർ. ഓക്കെ, വീതി ക്വസ്റ്റ്യനിൽ പറയുന്നത് വേണം എടുക്കാൻ. ക്വസ്റ്റ്യനിൽ പറയുന്ന വീതി എന്ന് പറയുന്നത് 30 മീറ്റർ. ഓക്കെ, ഇനി ഈ പാതയുടെ വീതി നമുക്ക് W എന്ന് എടുക്കാം. W എന്ന് വെച്ചാൽ 2 മീറ്റർ. ഓക്കെ, ചതുരത്തിനുള്ള L 40 മീറ്റർ, വീതി 30 മീറ്റർ, പാതയുടെ വീതി W 2 മീറ്റർ ആണല്ലോ. ചതുരത്തിന് പുറത്ത് പാത നിർമ്മിച്ചാൽ, ഓക്കെ ശ്രദ്ധിച്ചോണം, പുറത്ത് പാത നിർമ്മിച്ചാൽ, ഇവിടെ ചതുരത്തിന് പുറത്ത് പാത നിർമ്മിച്ചാൽ പാതയുടെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2W × L + B + 2W ആയിരിക്കും. 2W × L + B + 2W ആയിരിക്കും. മറന്നു പോരുത്. 2W × L + B + 2W. ഒന്നുകൂടെ പറ. 2W × L + B + 2W. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ക്ലിയർ ആണേ? ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 2 × W 2 ഇൻറ്റു L എന്ന് പറയുന്നത് 40 പ്ലസ് B എന്ന് പറഞ്ഞാൽ 30 പ്ലസ് 2 × 2. 2 × 2 4, 40 30 കൊടുക്കുമ്പോൾ 70 പ്ലസ് 2 × 2 4 ആണല്ലോ. 4 × 70 + 4 74. ഒരു കാര്യം ശ്രദ്ധിക്കണം, ബോട്ട് മാസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഗുണിച്ചതിന് ശേഷം മാത്രമേ കൂട്ടാവുള്ളൂ. ഈ 2 4 കൂട്ടിയതിന് ശേഷം 70 + 4 74. ഓക്കെ ആണല്ലോ. നമുക്ക് ഇനി ഗുണിച്ച് വെക്കാം. 4 16 6 ശിഷ്ടം 1 4 7 28 1 29 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 296 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര മീറ്റർ. എന്താണ്? മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര മീറ്റർ ആണ് ഈ നടപ്പാതയുടെ വിസ്തീർണം. ഓക്കെ ആണോ? പുറത്ത് പാത നിർമ്മിച്ചാൽ നടപ്പാതയുടെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 2W × L + B + 2W. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അകത്ത് നിർമ്മിക്കുന്നതൊക്കെ ഉണ്ട്, കുറുകെ നിർമ്മിക്കുന്നതൊക്കെ ഉണ്ട്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇത് മനസ്സിലായല്ലോ. ഓക്കെ, അതിന് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ രൂപത്തിൻ്റെ പരപ്പളവ് കാണുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാതിട്ടായിരിക്കുന്നു. ഇത് 5ാം ക്ലാസ്സിലെ പരപ്പളവ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതെന്താ ഞാൻ ഇവിടെ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഒരു മാസം മുമ്പ്, ഒന്നല്ല ഒരു 2-3 മാസം മുമ്പ് നടന്ന ഒരു പരീക്ഷയ്ക്ക് ഇതിനകത്ത് 3 പടങ്ങളാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇതൊരു Tയുടെ, ഒരു L, ഒരു പ്ലസ്, 3 പടങ്ങളാണ് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത്. അതിൽ എല്ലിൻ്റെ പടം തന്നിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖാദി ബോർഡ് LDCക്ക്
എല്ലിൻ്റെ പടം തന്നിട്ട് അതിൻ്റെ പരപ്പളവ് എത്രയാണെന്ന് ചോദിച്ചായിരുന്നു. മനസ്സിലായോ? ആ എല്ല് ഇങ്ങനെ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇങ്ങനെ സംഭവം തന്നിട്ട് ഇതിൻ്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചത്. ഇതിനകത്തുള്ള 3 പടങ്ങളിൽ ഇതാണ്. ഒരു പടം ഇങ്ങനെയുള്ളൊരു പടമാണ്. ഓക്കെ, ഇങ്ങനൊരു പടം 4 ഒരു പ്ലസ് പോലെ. അത് ഞാൻ വരച്ചപ്പോൾ ഞാൻ ആയിപ്പോയതാ. ഒരു 3 പടങ്ങളായിരുന്നു നമുക്ക് തന്നിരുന്നത്. ഇതിനകത്ത് ഈ ഒരെണ്ണം ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരെണ്ണം ചെയ്ത് കാണിക്കും. ഇത് BSc ചോദിച്ചു, ഇത് ചിലപ്പോൾ ചോദിച്ചേക്കാം, ചിലപ്പോൾ ഇത് വേണം ചോദിച്ചേക്കാം, ഏത് വേണേലും ചോദിച്ചേക്കാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതിങ്ങനെ ഒരു പ്ലസ് പോലെയാണ്, കറക്റ്റ് ഇതേപോലെ ഒരു പ്ലസ് പോലെ. ഓക്കെ, ഇങ്ങനായിരുന്നു ക്വസ്റ്റ്യൻ തന്നിരുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ പരപ്പളം എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ക്ലിയർ? നമുക്ക് നോക്കാം. ഇത് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പാടാണ്, ഇങ്ങനെ കണ്ടുപിടിക്കാൻ പാടാണ്. ഇതൊരു പ്ലാൻ ബി അങ്ങ് നടപ്പിലാക്കിയാൽ മതി. ഇതിനെ 2ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു കഷ്ണം അലുവ തന്നു, ഇങ്ങനെ തന്നു, കഴിക്കാൻ പറ്റിയില്ല, നമ്മളെന്ത് ചെയ്യും? ഒടിച്ച് തിന്നും. അത്രയേ ഉള്ളൂ. ഒരു കഷ്ണം അലുവ വന്നിട്ട് തിന്നാൻ പറയുമ്പോൾ ഇങ്ങനെ തരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. നമ്മളെന്ത് ചെയ്യും? ഒടിച്ച് തിന്നും. നമുക്ക് തിന്നേ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അതേ സെയിം ലോജിക്ക് ഇവിടെ നമുക്ക് ഉപയോഗിച്ചാൽ മതിയുടെ. ഇതുണ്ടോ? ഇങ്ങനെ തരുന്നതിന് എന്തോ നമുക്ക് ഡയറക്റ്റ് ഹരിക്കാൻ പറ്റത്തില്ല, 2ആയിട്ട് മുറിക്കുമ്പോൾ ഇതൊരു പീസ്, ഇത് വേറൊരു പീസ്. ക്ലിയർ ആണോ? ആദ്യം ഈ പീസ് ഞാൻ എടുത്ത് എഴുതാൻ പോകും. ഈ പീസ് കണ്ടേ. ഓക്കെ, ഇത് 8 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ? നമുക്ക് ഇതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നീളം ഗുണം വീതി. നീളം ഗുണം വീതി. നീളം എത്ര? പറ. 8. നീളം എത്ര? 8. അപ്പോൾ എന്താ? 8 സെൻറ്റിമീറ്റർ ഇൻറ്റു വീതി എത്ര? 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ 8 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ 16 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗത്തിൻ്റെ വിസ്തീർണം. ഇനി എന്തുകൊണ്ട്? നമുക്ക് ഇതിൻ്റെ താഴെയുള്ളൊരു പീസ് ഉണ്ടല്ലോ, ഈ പീസ്. ഈ പീസിൻ്റെ വിസ്തീർണോട് നമ്മൾ കണ്ടുപിടിച്ചാൽ ഓക്കെ ആയി. ഇതിൻ്റെ വിസ്തീർണോട് നമ്മൾ കണ്ടുപിടിച്ചാൽ ക്ലിയർ. ഇതിനകത്ത് ഒരു കാര്യം നമുക്കറിയാം. ഈ ഇത്രയും നീളം എന്ന് പറഞ്ഞാൽ 4ആണ്, ഇതും 4ആണെന്നറിയാം. ഇപ്പം നമുക്ക് വേണ്ടേ ഇതിൻ്റെ ഇത്രയും നീളം കിട്ടണം. നീളം അല്ലെങ്കിൽ വീതി ഏതെങ്കിലും ഒരെണ്ണം 4 കിട്ടി. ഇതെത്ര ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ഇവിടം പറയുന്നില്ല, ഇവിടവും പറയുന്നില്ല. പകരം ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ തൊട്ടുള്ള ഈ നീളം എന്ന് പറയുന്നത് 3. ഈ നീളം 3. ഇത് മൊത്തവും 8. ഇത് മൊത്തവും 8. ഒന്നുകൂടെ പറ. ഇത് മൊത്തവും 8 ആണ്. 8 സെൻറ്റിമീറ്റർ ആണ് മൊത്തം നീളം. ഇത് 3 സെൻറ്റിമീറ്റർ. ഇതും 3 സെൻറ്റിമീറ്റർ. 3 3 6. മൊത്തം വേണ്ടത് 8. 8നകത്ത് 3 3 6. പിന്നെ ബാലൻസ് എത്ര ഉണ്ട്? 2 ഉള്ളൂ. ആ 2 ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ 6 2 8. ക്ലിയർ ആണോ? അതിൽ നമുക്കൊരു കാര്യം കിട്ടിയില്ലയോ? ഇവിടുത്തെ നീളം 2 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടിയില്ലയോ? അല്ലെങ്കിൽ ഈ നീളം 2. ഇപ്പോൾ 2ഉം ഇത് 4ഉം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററും കിട്ടി, 4 സെൻറ്റിമീറ്ററും കിട്ടി. വീതി എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്ററും കിട്ടി. L ഇൻറ്റു ബി 4 സെൻറ്റിമീറ്റർ ഗുണം 2 സെൻറ്റിമീറ്റർ സമം 8 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെ വിസ്തീർണം കിട്ടി 8 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതിൻ്റെ വിസ്തീർണം കിട്ടി 8 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതിൻ്റെ വിസ്തീർണം കിട്ടി 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് രണ്ടും കൂടെ കൂട്ടുന്നില്ലയോ മൊത്തം? അപ്പോൾ നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത് 16 + 8 = 24 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ? നമ്മളുടെ ആൻസർ 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയല്ലോ? ഇതിനെ നമ്മൾ 2ആയിട്ട് മുറിച്ച് ചെയ്യും. ഇത് ടെക്സ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ കാർഡി ബോർഡിൻ്റെ പ്രിലിമിനറി എക്സാം എടുത്ത് വെച്ച് നോക്കിക്കോ. ഇത് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, ഇത് അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഇതും അതിനകത്തുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരെണ്ണം ചെയ്താൽ ഇതെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ മുറിച്ച് ചെയ്യാം. ഇതിങ്ങനെ 2ആയിട്ട് മുറിച്ചിട്ട് ഇതും കണ്ടാൽ മതി. ഇതിങ്ങനെ മുറിക്കുകയാണെങ്കിൽ ഇങ്ങനെ മുറിച്ചിട്ട് ഇതും കണ്ട് ഇതും കണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മുറിച്ചിട്ട് ഇതും കണ്ട് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഒരു ഐഡിയ തന്നല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ PSC ആവർത്തിച്ച് അങ്ങ് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എപ്പോഴും അങ്ങ് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇത് 6ാം ക്ലാസ്സിലെ ആവറേജ് എന്ന് പറയുന്ന, ശരാശരി എന്ന് പറയുന്ന പാഠത്തിനകത്തെ ക്വസ്റ്റ്യൻ ഇത്. PSC എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. മനസ്സിലായല്ലോ? 6ാം ക്ലാസ്സിലെ ശരാശരിക്കകത്ത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കൂൾ ടെക്സ്റ്റിലാണെങ്കിലും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന മോഡലുകളാണ്. മനസ്സിലായല്ലോ? അതും കൂടെ പ്രാധാന്യം നൽകിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11ആണ്. ടീച്ചറും കൂടി വന്നു ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 12ആയി. ടീച്ചറുടെ വയസ്സ് എത്ര? മനസ്സിലായല്ലോ? ടീച്ചറും കൂടെ വന്നപ്പോൾ ശരാശരി വയസ്സ് 12ആയി. ടീച്ചറുടെ വയസ്സ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന് സാധാ നോർമൽ രീതിയും പിന്നെ ഒരു ഷോർട്ട് കട്ടുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുണ്ട്, അവരുടെ ശരാശരി വയസ്സ് 11 ടീച്ചറും കൂടെ വന്നു ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 12 ടീച്ചറുടെ വയസ്സ് എത്ര? ഇതാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? ഒരു ക്ലാസ്സിലെ 35 കുട്ടികളാണുള്ളത്. ഓക്കെ, 35 കുട്ടികൾ, അവരുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 11. എത്രയാണോ ശരാശരി വയസ്സ്? എത്രയാണ്? 11. മനസ്സിലായല്ലോ? ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുണ്ട്, 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 എങ്കിൽ ഈ 35 കുട്ടികൾക്കും കൂടെ ആകെ എത്ര വയസ്സുണ്ടെന്ന് കണ്ടുപിടിക്കണം. 35 കുട്ടികൾ കൂടെ ആകെ എത്ര വയസ്സുണ്ടെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ? കുട്ടികളുടെ എണ്ണത്തെ അവരുടെ ശരാശരി കൊണ്ടങ്ങ് ഗുണിച്ചാൽ മതി. മനസ്സിലായോ? കുട്ടികളുടെ എണ്ണത്തെ അവരുടെ ശരാശരി കൊണ്ട് ഗുണിച്ചാൽ, കുട്ടികളുടെ എണ്ണം 35, ശരാശരി 11 ഗുണിക്കുക 385 എന്ന് കിട്ടും. എത്ര കിട്ടുമോ? 385 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇത് എന്ന് പറയുന്നത് കുട്ടികളുടെ മാത്രം വയസ്സ്. എന്തുവാണ്? കുട്ടികളുടെ മാത്രം വയസ്സ്. ടീച്ചർ അവിടെ എത്തിയിട്ടേ ഇല്ല, ടീച്ചർ അവിടെ വന്നിട്ടില്ല, കുട്ടികളുടെ മാത്രം വയസ്സ്. ക്ലിയർ ആണല്ലോ? ഇനി ആര് വരുന്നു? ടീച്ചർ വരുന്നു. നമ്മൾ ഇതിനുള്ള ഷോർട്ട് കട്ട് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇനി വരാൻ പോകുന്നത് ടീച്ചറാണ്. മനസ്സിലായോ? ടീച്ചർ കൂടെ വന്നപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ എത്ര പേരായി? 36 പേരായില്ലേ? 36 പേരായി ആണല്ലോ. ശരാശരി എന്ത് ചെയ്തു? എത്ര കൂടി? ഒന്നും കൂടെ കൂടി, അത് 12 ആണല്ലോ. ഓക്കെ, 36 × 12, 36 × 12 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടീച്ചറുടെ വയസ്സും കിട്ടും, കുട്ടികളുടെ വയസ്സും കിട്ടും. ആരൊക്കെ കിട്ടും? ടീച്ചറുടെ വയസ്സും കിട്ടും, കുട്ടികളുടെ വയസ്സും കിട്ടും. കാര്യം ടീച്ചറെ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തി, ടീച്ചറേയും കുട്ടികളുടെ ചേർത്തുള്ള ശരാശരി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ 36 × 12 എന്ന് പറയുന്നത് 432 എന്ന് കിട്ടും. എത്ര കിട്ടുമോ? 432 എന്ന് കിട്ടും. ഈ 432 വയസ്സ് എന്ന് പറയുന്നത് ടീച്ചറുടെ വയസ്സുകൊണ്ട് കുട്ടികളുടെ വയസ്സുണ്ട്. ഓക്കെ, ആരുടെയൊക്കെ വയസ്സുണ്ട്? ടീച്ചറുടെ വയസ്സുണ്ട്, കുട്ടികളുടെ വയസ്സുണ്ട്. ടീച്ചറുടെ വയസ്സും കുട്ടികളുടെ വയസ്സും കൂടെ ചേരുന്നതല്ലയോ 432. ഇതിൽ കുട്ടികളുടെ മാത്രം വയസ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 385 എന്ന് പറയുന്നത്. അത് എന്തിന്ന് കുറയ്ക്കണം? ടീച്ചറുടെയും കുട്ടികളുടെയും കൂടെ മൊത്തം വയസ്സായ 432 നിന്ന് കുട്ടികളുടെ മാത്രം വയസ്സങ്ങ് കുറച്ച് മാറ്റിയേക്കണം. കുട്ടികളുടെ മാത്രം വയസ്സങ്ങ് കുറച്ച് മാറ്റിയേക്കണം. ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 47 വയസ്സ് കിട്ടും. ഈ 47 വയസ്സെന്ന് പറയുന്നത് ടീച്ചറുടെ വയസ്സാണ്. ഇത് അതിൻ്റെ ഒരു നോർമൽ കേസാണ്. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ആവറേജിനകത്ത് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് മറ്റൊരു മാർഗ്ഗം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നുവാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതി ഫോളോ ചെയ്യാം. ഓക്കെ, ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ഇനി ആരും കൂടെ വന്നു? ടീച്ചറും കൂടെ വന്നപ്പോൾ ശരാശരി വയസ്സ് 12. എന്തോ? ടീച്ചറും കൂടെ വന്നപ്പോൾ ശരാശരി വയസ്സ് 12. ടീച്ചർ വരുന്നതിന് മുമ്പ് ശരാശരി വയസ്സ് 11. ടീച്ചർ വന്നപ്പോൾ 12. എത്ര കൂടി? എത്ര വയസ്സ് കൂടി? 1 വയസ്സ് കൂടി. ക്ലിയർ ആണല്ലോ? ഈ 11 എന്നുള്ളത് 12 1 വയസ്സ് കൂടി. ശരാശരി 1 കൂടി എന്ന് പറഞ്ഞാലോ, ശരാശരി 1 കുറഞ്ഞെന്ന് പറഞ്ഞാലോ, ശരാശരി 1 കൂടിയെന്ന് പറഞ്ഞാലോ, ശരാശരി 1 കുറഞ്ഞെന്ന് പറഞ്ഞാലോ, പുതുതായിട്ട് വരുന്ന ആളാരാണോ അയാൾക്ക് പഴയ ആൾക്കാരെല്ലാം ഓരോ വയസ്സ് വീതം കൊടുക്കണം. ക്ലിയർ? ശരാശരി 1 കൂടിയെന്ന് പറഞ്ഞാലോ, ശരാശരി 1 കുറഞ്ഞെന്ന് പറഞ്ഞാലോ, പുതുതായിട്ട് വരുന്ന വ്യക്തി ആരാണോ അയാൾക്ക് പഴയ ആൾക്കാരെല്ലാം ഓരോ വയസ്സ് വീതം കൊടുക്കണം. ഇനി ശരാശരി 2 കൂടിയെന്ന് പറഞ്ഞാലോ 2 കുറഞ്ഞെന്ന് പറഞ്ഞാലോ, പുതുതായിട്ട് വരുന്ന ആൾക്ക് പഴയ ആൾക്കാരെല്ലാം ഈ 2 വയസ്സ് വീതം കൊടുക്കണം. അതേപോലെ 3 കൂടിയെന്ന് പറഞ്ഞാലോ 3 കുറഞ്ഞെന്ന് പറഞ്ഞാലോ, പുതുതായിട്ട് വരുന്ന ആൾക്ക് പഴയ ആൾക്കാരെല്ലാം 3 വയസ്സ് വീതവും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? പുതുതായിട്ട് ഒരാൾ വന്നപ്പോൾ ശരാശരി 1 കൂടിയതുണ്ട്. പഴയ ആൾക്കാർ എത്ര പേരുണ്ട്? പഴയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആര്? ടീച്ചർ ഒഴികെയുള്ള ആൾക്കാർ എല്ലാവരും ടീച്ചർക്ക് ഓരോ വയസ്സ് വീതം കൊടുക്കണം. ടീച്ചറുടെ വയസ്സ് നിങ്ങൾ 0 എടുത്തോ, ടീച്ചർക്ക് വയസ്സൊന്നും ഇല്ലെന്നങ്ങ് വിചാരിച്ചോ. അപ്പോൾ എത്ര കുട്ടികളുണ്ടോ? 35 കുട്ടികളുണ്ട്. ഈ 35 കുട്ടികളും കൂടെ ടീച്ചർക്ക് ഓരോ വയസ്സ് കൊടുത്തപ്പോൾ ടീച്ചർക്ക് ഒരു 35 വയസ്സ് അങ്ങ് കിട്ടി. ഇപ്പോൾ ടീച്ചറെ നമ്മൾ 35 എത്തിച്ചു. ഇങ്ങനെ എഴുതാമല്ലോ, ഇങ്ങനെ എഴുതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. 35 കുട്ടികൾ ഓരോ വയസ്സ് കൊടുത്തപ്പോൾ ടീച്ചർക്ക് 35 വയസ്സ് കിട്ടി.
ഓക്കെ, ഇനി നിങ്ങൾ നോക്കണം ടീച്ചർ വന്നതിന് ശേഷമുള്ള ശരാശരി. ടീച്ചർ വരുന്നതിന് മുമ്പ് എന്തും ആയിക്കോട്ടെ, നമുക്കറിയേണ്ട വിഷയമേ അല്ല, നമ്മുടെ വിഷയമേ അല്ല. ടീച്ചർ വന്നതിന് ശേഷം ശരാശരി എത്രയെന്ന് നോക്കടാ മോനെ. ഇങ്ങോട്ട് നോക്ക്, ശരാശരി എത്രയായി? 12ആയി. ശരാശരി 12ആയി. മോനെ, നീ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ടീച്ചർ വന്നപ്പോൾ ശരാശരി കൂടുവാണോ ചെയ്തത്, കുറയുവാണോ ചെയ്തതെന്ന് നോക്കണം. ഇവിടെ ടീച്ചർ വന്നപ്പോൾ ശരാശരി കൂടുവാണോ കുറയുവാണോ നോക്കണം. ടീച്ചർ വന്നപ്പോൾ ശരാശരി എന്ത് ചെയ്തു? കൂടി എന്ന് പറഞ്ഞാൽ അങ്ങ് കൂട്ടണം. മനസ്സിലായി? ഇവിടെ 11 12ആയി. അപ്പോൾ കൂടുവാണ് ചെയ്തത്. കൂടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് കൂട്ടിയേക്കണം. ഇനി കുറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങ് കുറച്ചേക്കണം. കൂടിയെന്ന് പറഞ്ഞാൽ അങ്ങ് കൂട്ടിയേക്കണം, കുറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങ് കുറച്ചേക്കണം. ഇവിടെ കൂടിയതുകൊണ്ട് 35ഉം 12 കൂട്ടുമ്പോൾ 47 വയസ്സ്. ഇതാണ് ടീച്ചറുടെ വയസ്സ്. അത് തന്നെയല്ലേ നമുക്ക് ഈ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? അത് തന്നെയാണ് നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് വളരെ സിമ്പിളായിട്ട് താണ്ട ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ നൈസായിട്ട് ചെയ്തു മാറ്റി. കാര്യം അറിഞ്ഞാൽ മതി, സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതും PSC സ്ഥിരം ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതും 6ാം ക്ലാസ്സിലെ ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന പാഠത്തിലെ ക്വസ്റ്റ്യനാണ്. സ്ഥിരം ചോദിക്കാറുണ്ട്. ഡിഗ്രി ലെവൽ വരെ പരീക്ഷയ്ക്ക് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയോ. ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വിദ്യാലയത്തിൽ 8 അധ്യാപകരും ആണുള്ളത്. 35 വയസ്സുള്ള ഒരു അധ്യാപകൻ സ്ഥലം മാറിപ്പോയി, പകരം മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ അധ്യാപകരുടെ ശരാശരി വയസ്സ് 2 കൂടി എങ്കിൽ പുതുതായി വന്ന അധ്യാപകൻ്റെ പ്രായം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ വിദ്യാലയത്തിൽ നിന്ന് 8 അധ്യാപകരാണുള്ളത്. അതിൽ നിന്ന് 35 വയസ്സുള്ള ഒരാൾ സ്ഥലം മാറിയൊക്കെ പോയി, പകരം മറ്റൊരാൾ വന്നു. അപ്പോഴും 8 പേരായി. ഒരാൾ പോയി, ഇപ്പോൾ 7ആയി. പിന്നെ പകരം ഒരാൾ വന്നു, അപ്പോൾ വീണ്ടും 8ആയി. അപ്പോൾ അധ്യാപകർ എണ്ണത്തിനകത്ത് കുറവില്ല, 8 പേര് തന്നെ. പക്ഷേ വന്ന ആളെന്ന് പറയുന്നത് അയാളും കൊണ്ട് വന്നപ്പോഴത്തേക്ക് ശരാശരി പ്രായം 2 കൂടി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരാശരി കൂടിയെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്ന അധ്യാപകന് കൂടിയെന്നല്ല. ശരാശരി എന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടും. ഓക്കെ, ശരാശരി കൂടുകയെന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടുക. ശരാശരി കുറയുകയെന്ന് വെച്ചാൽ എല്ലാവർക്കും കുറയുക. ഞാൻ പറയുന്നത് മനസ്സിലായോ? ശരാശരി കൂടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടും. ശരാശരി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറയും. ഒരു പുതുതായിട്ടൊരു അധ്യാപനം വന്നപ്പോൾ ശരാശരി 2 കൂടി എന്ന് പറഞ്ഞാൽ വന്നാക്ക് മാത്രമാണെങ്കിൽ ആൻസർ 37 ആവും. ഒരിക്കലും ആ വന്നാക്ക് മാത്രമല്ല കൂടുന്നത്, എല്ലാവർക്കും കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ ആവറേജ് എന്ന് പറയുന്നത് കുട്ടികൾ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ടോപ്പിക് ബേസിൽ ക്ലാസ് എടുക്കും. ഇപ്പോൾ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എക്സാമിന് വേണ്ടി ഇനി വരാനുള്ള LDCയുടെ പല ജില്ലകളുടെയും പരീക്ഷകൾ നടക്കാനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള നമ്മളൊരു ഫൈനൽ ടച്ചപ്പാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. നിങ്ങളിത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾ ടോപ്പിക് ബേസ് ക്ലാസ് എടുത്ത് തന്നിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ നോക്കിയേ, നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 8 പേരുള്ള അധ്യാപകരുണ്ട്. അതിൽ 35 വയസ്സുള്ള ഒരാൾ പോയി, പകരം മറ്റൊരാൾ വന്നു, ശരാശരി 2 കൂടി. ബേസിക്കായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ബേസിക്കായിട്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നോക്ക്. ഇല്ല എങ്കിൽ ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ മേടിക്കണ്ട, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് സംഭവിച്ചു കിടക്കുന്നത്, 35 വയസ്സുള്ള ഒരാൾ പോയി, നമ്മുടെ ഇവിടുന്ന് അങ്ങ് പോയി, പകരം വേറൊരാൾ വന്നു. അങ്ങനെ അയാൾ വരുമ്പോൾ ശരാശരി 2 കൂടണമെങ്കിൽ പോയ ആളിൻ്റെ ആ വയസ്സ് ഇവിടെ തിരിച്ചു കൊണ്ടുവെക്കാൻ പറ്റണം. പോയ ആളുടെ വയസ്സ് തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ഒരുത്തനായിരിക്കണം വരുന്നത്. അതുമാത്രവുമല്ല, അയാൾ ഉൾപ്പെടെ എല്ലാവർക്കും 2 വയസ്സ് വീതം കൊടുക്കാനും കഴിവുള്ള ഒരുത്തനായിരിക്കണം തിരിച്ചു വരേണ്ടത്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായി? പോയ ആളുടെ വയസ്സ് എത്രയാണോ അത് തിരിച്ചു കൊണ്ടുവെക്കണം. അതിനുശേഷം പിന്നീട് അയാൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഈ 2 വയസ്സ് വീതം കൊടുക്കാനും കഴിവുള്ളവരായിരിക്കണം തിരിച്ചു വരേണ്ടത്. എന്നാലേ ശരാശരി 2 കൂടത്തോള്. മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉദാഹരണം വേറൊരു കാര്യം പറയാം. ഒരു പ്ലേറ്റിൽ 100 കിലോ അലുവ ഇരിക്കുന്നു. 25 കിലോ അലുവ എടുത്ത് മാറ്റി, പകരം 30 കിലോ അലുവ അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ നമ്മൾ പറയും 5 കിലോ അലുവ പുതുതായിട്ട് കൂടിയെന്നേ പറയത്തുള്ളൂ. 5 കിലോയെ പുതുതായിട്ട് കൂടിയെന്ന് പറയത്തുള്ളൂ. കാരണം
നമുക്കിവിടെ 100 കിലോ അലുവ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 25 കിലോ പോയി. തിരിച്ചു 30 കൊണ്ട് വെക്കുമ്പോൾ പോയ 25 തിരിച്ചു വെക്കണം, അപ്പോൾ അത് 100 കറക്റ്റായി. പിന്നെ ഒരു 5 കിലോയും കൂടെ അധികമുണ്ട്, അതിനെയാണ് അധികം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം കണക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 8 അധ്യാപകരാണുള്ളത്. 35 വയസ്സുള്ള ഒരു അധ്യാപകൻ പോയി, 35 വയസ്സുള്ള അധ്യാപകൻ പോയി, പോട്ടെ. തിരിച്ച് വേറെ ആൾ വന്നപ്പോൾ, വേറെ അധ്യാപകം വന്നപ്പോൾ ശരാശരി 2 കൂടി. ശരാശരി കൂടുമെന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടി. ആർക്ക് കൂടി? ഈ 8 പേർക്കും, ഈ വന്ന അധ്യാപകൻ ഉൾപ്പെടെ 8 പേർക്കും എത്ര കൂടി? 2 കൂടി. 2 കൂടി. അപ്പോൾ മൊത്തത്തിൽ എത്ര കൂടിയെന്ന് വെച്ചാൽ 8 × 2 16. ഈ 16 വയസ്സ് കൂടുതലുള്ള ഒരുത്തനാണ് തിരിച്ചു വന്നത്. കാരണം പോയ അധ്യാപകൻ്റെ വയസ്സ് തിരിച്ചുകൊണ്ട് വെക്കണം അവിടെ. പോയ അധ്യാപകൻ്റെ വയസ്സ് 35, അത് തിരിച്ചു കൊണ്ട് വെക്കണം അവിടെ. വെച്ചപ്പോൾ പഴയതുപോലായി. പിന്നെന്തുണ്ട്? ഒരു 16 കൂടെ അധികമുള്ളവൻ. ഓക്കെ, എൻ്റെ കൂടെ ഒരു 16 കൂടെ കുടുംബത്തിലിട്ട് 51 വയസ്സുള്ള 51 വയസ്സുള്ള ഒരുത്തനാണ് തിരിച്ചു വന്നത്. മനസ്സിലായി? 51 വയസ്സുള്ള അധ്യാപകനാണ് തിരിച്ചു വന്നത്. അപ്പോൾ എന്താണ്? 35 പോയത് തിരിച്ചു കൊണ്ടുവച്ചു. എന്നിട്ടും അയാൾക്ക് ഒരു 16 വയസ്സ് അധികം കിടക്കുക. ഈ 16 വയസ്സ് അധികം കിടക്കുമ്പോൾ എല്ലാവർക്കും അങ്ങ് വീതിച്ചു കൊടുക്കും. 8 പേർക്കും അങ്ങ് വീതിച്ചു കൊടുത്തപ്പോൾ എന്തേ? ഓരോരുത്തർക്കും 2 വയസ്സ് വീതം കിട്ടി. അതിലേ പറയുന്ന ശരാശരി 2 കൂടിയെന്ന്, എല്ലാവർക്കും കൂടി. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. മനസ്സിലായോ? പരീക്ഷകളിൽ ഇപ്പോൾ ഇങ്ങനെ ഒന്നും പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ചെയ്യണം. ശരാശരി എത്ര കൂടി? 2 കൂടി. എത്ര പേർക്ക്? 8 പേർക്ക്. അപ്പോൾ 8 × 2 16. പുതുതായിട്ട് വന്ന പോയാളുടെ വയസ്സ് എത്ര? 35. അപ്പോൾ അതുകൂടെ കൂട്ടുന്നതാണ് പുതുതായിട്ട് വന്ന ആളുടെ വയസ്സ്. 51 വയസ്സ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ. അതിനകത്ത് അത്യാവശ്യം വേണ്ട കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 6ാം ക്ലാസ്സിലെ 100ൽ എത്ര എന്ന് പറയുന്ന ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ. സാബുവിൻ്റെ പൂന്തോട്ടത്തിലെ 280 ചെടികളിൽ 20% ചെടികളും പൂക്കുന്നവയാണ്. എത്ര ചെടികളാണ് പൂക്കാത്തത്? സാബുവിൻ്റെ പൂന്തോട്ടത്തിലെ 280 ചെടികളിൽ 70% ചെടികളും പൂക്കുന്നവയാണ് എങ്കിൽ പൂക്കാത്തത് എത്ര ചെടികളാണ്? മനസ്സിലായോ? സാബുവിൻ്റെ പൂന്തോട്ടത്തിലുള്ള ചെടികളുടെ എണ്ണം എപ്പോഴും 100%. മൊത്തമുള്ള ചെടി എപ്പോഴും 100%. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? മൊത്തമുള്ള ചെടികൾ എപ്പോഴും 100%. ഓക്കെ, സാബുവിൻ്റെ പൂന്തോട്ടത്തിൽ 100% ചെടികളിൽ 70% പൂക്കുന്നതാണെന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥം കൂടെ. 30% ചെടികൾ പൂക്കാത്തതാണെന്നൊരു അർത്ഥവും കൂടെ അതിനുണ്ട്. മനസ്സിലായോ? മൊത്തം കൂടെ 100%. അതിൽ 70% പൂക്കും, 30% പൂക്കത്തില്ല. ക്ലിയർ ആണോന്നല്ലോ? ഓക്കെ, അപ്പോൾ നോക്കാം. മൊത്തത്തിൽ 100% ഉണ്ട്, അതിൽ 70% പൂക്കും എന്ന് പറഞ്ഞാൽ 30% പൂക്കത്തില്ല എന്നാണ് അർത്ഥം. 30% അവിടുത്തെ ചെടികൾ പൂക്കാറില്ല. സാബുവിൻ്റെ പൂന്തോട്ടത്തിൽ മൊത്തം എത്ര ചെടികളുണ്ട്? 280 ചെടികൾ. ക്ലിയർ? 280 ചെടികൾ സാബുവിൻ്റെ പൂന്തോട്ടത്തിലുണ്ട്. ഇതിനകത്തൊരു 30% പൂക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു 30% അങ്ങ് കണ്ടാൽ മതി. ഇതിൻ്റെ ഒരു 30% പൂക്കാത്തത്. ഓക്കെ, കണ്ട ഈ 0 ഈ 0 ഇട്ട, ഈ 0 ഈ 0 ഇട്ട, 3 24 4 ശിഷ്ടം 2 23 6 2 8. ആൻസർ 84 ചെടികൾ പൂക്കത്തില്ല. സാബുവിൻ്റെ പൂന്തോട്ടത്തിലെ 84 ചെടികൾ പൂക്കത്തില്ല. ബാക്കി 196 ചെടികളും പൂക്കുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 20% പുസ്തകങ്ങൾ വിദ്യാഭ്യാസത്തിനായി ചിലവഴിക്കുന്നു. ആ 20%ൻ്റെ 25% പുസ്തകങ്ങൾ വാങ്ങുന്നതിന് ഉപയോഗിക്കുന്നു എങ്കിൽ ആകെ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് പുസ്തകങ്ങൾ വാങ്ങാനായി ഉപയോഗിക്കുന്നത്? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒന്നുകൂടെ പറയാം. ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 20% വിദ്യാഭ്യാസത്തിനായി ചിലവഴിക്കുന്നു. ഈ തുകയുടെ 25% പുസ്തകങ്ങൾ വാങ്ങുന്നതിനായി ഉപയോഗിക്കുന്നു. ആകെ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് പുസ്തകങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്നത്? ഒന്നുമില്ല, ഒറ്റ സ്റ്റെപ്പ്. ദാസ് കണ്ടോണം, ഒറ്റ സ്റ്റെപ്പ്. അയാൾ ഉപയോഗിക്കുന്ന 20% മാത്രമാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. 20% വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോൾ ശതമാനത്തിൻ്റെ താഴെ എപ്പോഴും 100 ഉണ്ട്. ശതമാനത്തിൻ്റെ താഴെ 100 ഉണ്ടാണ്ട് നമ്മൾ 100 കൊടുത്ത് താഴെ 20% വിദ്യാഭ്യാസത്തിനായി ഉപയോഗിക്കുന്നു. ഓക്കെ ആണല്ലോ?
ഈ ഉപയോഗിച്ച 20% ഉണ്ടല്ലോ, ഇതിനകത്തുനിന്ന് ഒരു 25%, ഇത് എടുക്കുന്ന ഈ തുക എത്രയാണോ ഇതിനകത്തുനിന്ന് ഒരു 25% എടുത്ത് അയാൾ പുസ്തകം വാങ്ങുക. ഈ വിദ്യാഭ്യാസത്തിനകത്ത് മൊത്തം ചിലവാക്കുന്ന ഇതാണ്. ഇതിനകത്തുനിന്ന് ഒരു 25% എടുക്കും, ഇതിനകത്തുനിന്ന് ഒരു 25%. മനസ്സിലായി? ഈ ഉപയോഗിക്കുന്ന തുകയുടെ 25%, മൊത്തമല്ല, ഈ ഉപയോഗിക്കുന്ന തുകയുടെ 25%. ഈ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന തുക ഇതാണ് അയാൾ വിദ്യാഭ്യാസത്തിന്. അതിലൊരു 25% ഭാഗം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അയാൾ പുസ്തകം വാങ്ങാനാണ്. ബാക്കി 75% മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അയാൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഉപയോഗിക്കുന്ന 20%-ന്റെ 25%, അപ്പോൾ എന്താ, ഇൻറ്റു 25% പുസ്തകത്തിനാണ് ഉപയോഗിക്കുന്നു എങ്കിൽ മൊത്തം തുകയുടെ, ഇതെല്ലാം സ്കൂൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനാണ്, മൊത്തം തുകയുടെ എത്ര ശതമാനമാണ് പുസ്തകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്? അപ്പോൾ ഈ ചെയ്യുന്നതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് ഒരു ശതമാനത്തിൽ തന്നെ ഇത് കിട്ടാൻ നമ്മൾ ഒരു ഇൻറ്റു 100 കൊണ്ട് ഗുണിക്കും, അല്ലെങ്കിൽ താഴെ ഒരു 100 കിടക്കും. ആ 100 ഒഴിവാക്കാൻ ഞാൻ ഒരു ഇൻറ്റു 100 കൊണ്ട് ഗുണിക്കുക, ഇൻറ്റു 100 കൊണ്ട് ഗുണിക്കുക. ക്ലിയർ ആണല്ലോ? ഗുണിക്കണം, അല്ലെങ്കിൽ താഴെ 100 ഇങ്ങനെ വന്ന് കിടക്കും, അതുകൊണ്ട് നമ്മളൊരു 100 ഇട്ട് കൊടുത്തു. അപ്പോൾ 20%-ന്റെ 25%. ഓക്കെ, ഈ 100ഉം ഈ 100 കൂടെ അങ്ങ് വെട്ടിപ്പോവും. വെട്ടിയല്ലോ, നമുക്കിവിടെ വെട്ടാം. ഒരു 25, 4 25 100, ഒരു 4 4 I 4 20, 1 ഗുണം 5 5. ആൻസർ 5%. മൊത്തം അയാളുടെ മൊത്തം വരുമാനത്തിൻ്റെ 5% അയാൾ പുസ്തകം വാങ്ങാനും വേണ്ടി ഉപയോഗിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 20% മൊത്തം വരുമാനത്തിന് 20% എടുത്തു വിദ്യാഭ്യാസത്തിനും, ആ 20%-ന് 5% എടുത്ത് പുസ്തകം വാങ്ങും. മൊത്തം വരുമാനത്തിൻ്റെ 5% എടുത്ത് അയാൾ പുസ്തകം വാങ്ങുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 10% വീതം കൂടിയാൽ പരപ്പളവ് എത്ര ശതമാനം കൂടും? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്കും ഇതേ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. നമ്മുടെ ഒരു വൃത്തത്തിൻ്റെ ആരം 10% വീതം വർദ്ധിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? 10 ആണോ 50 ആണോ എന്ന് ഓർക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ LDCക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ? അതേ ഒരു മോഡൽ തന്നെയാണ് ഈ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു ചതുരത്തിനും ആദ്യം ഒരു നീളം ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ചതുരമല്ല സമയതരമല്ലേ, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 10. ഓക്കെ, നീളവും വീതിയും 10%. അപ്പോൾ ചതുരം നീളവും വീതിയും 10% വീതം കൂടുന്നു. ഓക്കെ, ഏതൊരു ചതുരത്തിനും ആദ്യം ഒരു നീളമുണ്ട്. അതെന്ന് പറയുന്നത് 100%. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഏതൊരു ചതുരത്തിൻ്റെയും ആദ്യത്തെ നീളം എന്ന് പറയുന്നത് 100%. പിന്നെന്താണ്? അത് 10% വർദ്ധിച്ചു. നീളം 10% വർദ്ധിച്ചാൽ അതെന്താവും? 110%. 10% കുറഞ്ഞാലോ അത് 90%. ഇനി ഏതൊരു ചതുരത്തിനും ആദ്യം ഒരു നീളവും ആദ്യം ഒരു വീതിയും ഉണ്ട് എങ്കിൽ അതിനാദ്യം ഒരു വിസ്തീർണവും ഉണ്ടായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഏതൊരു ചതുരത്തിന് ആദ്യം ഒരു നീളവും ആദ്യം ഒരു വീതിയും ഉണ്ടെങ്കിൽ അതിനാദ്യം ഒരു വിസ്തീർണം ഉണ്ടായിരിക്കും. ആ വിസ്തീർണം എന്ന് പറയുന്നതും 100% തന്നെ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഏതൊരു ചതുരത്തിന് ആദ്യം ഒരു നീളം ഉണ്ടായിരിക്കും, അത് 100%. ആദ്യം ഒരു വീതി ഉണ്ടായിരിക്കും, അത് 100%. എങ്കിൽ ആദ്യം ഒരു വിസ്തീർണം ഉണ്ടായിരിക്കും, അതും 100% തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഏതൊരു ചതുരത്തിന് ആദ്യമുള്ള നീളവും ആദ്യമുള്ള വീതിയും എല്ലാം 100%. ആദ്യമുള്ള വിസ്തീർണവും 100%. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചതുരത്തിൻ്റെ നീളം 10% വർദ്ധിച്ചു. 10% വർദ്ധിച്ചു. 10 വർദ്ധിച്ചു എന്ന് വെച്ചാൽ 110 അല്ലേ ഉള്ളൂ. 110%. 110%. ഓക്കെ, താഴെ 100 കൊടുക്കാം. 110%. ഓക്കെ, വീതിയും 10% കൂടി. നീളവും വീതിയും 10% വീതം കൂടി. വീതിയും 10% കൂടുമ്പോൾ എത്രയാടോ? 110% ആകത്തില്ലേ? നീളം 10% കൂടി 110%, വീതിയും 10% കൂടി 110%. നമുക്കിവിടെ ഒരു ഇൻറ്റു 100 ഒന്ന് കൊടുത്തേക്കാം. ഇൻറ്റു 100 കൊടുത്തേക്കാം. ഓക്കെ, ഈ എന്തിനാ ഈ 100 കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് ശതമാനത്തിൽ തന്നെ നമുക്ക് ആൻസർ വന്ന് നിൽക്കാൻ, അല്ല താഴെ ഡിവൈഡഡ് ബൈ ഒരു 100 നിൽക്കും. അതിനങ്ങ് ഒഴിവാക്കാൻ ഒരു 100 കൊണ്ട് ഗുണിക്കും നമ്മൾ. ഓക്കെ, ഈ 100ഉം ഈ 100 നമുക്കങ്ങ് വെട്ടിക്കളഞ്ഞു വിടായോ? ഈ 0 വെട്ടാം, ഈ 0 വെട്ടാം. 11 ഗുണം 11 121. പുതിയ ശതമാനം 121. പുതിയ ശതമാനം എത്ര? 121. ഞാൻ തുടക്കം പറഞ്ഞു, തുടക്കത്തിൽ ഏതൊരു ചതുരത്തിൻ്റെയും നീളവും വീതിയും ഉണ്ട് 100%. അതിനാദ്യം ഒരു വിസ്തീർണം ഉണ്ടായിരിക്കും, അതും 100%. 100% വിസ്തീർണമുള്ളത് എത്രയായി? 121 ആയി.
എത്ര കൂടി? 21% കൂടി. അപ്പോൾ നമ്മുടെ ആൻസർ 121 മൈനസ് 100 സമം 21% കൂടി. എത്ര കൂടി? 21% കൂടി. എത്ര ശതമാനമായി എന്ന് ചോദിച്ചാൽ 121% എത്ര കൂടി എന്ന് ചോദിച്ചാൽ 21% കൂടി. ഇതേ മോഡൽ തന്നെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ചോദിച്ച പരീക്ഷയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഏത്? നമ്മളുടെ LDCക്ക് ചോദിച്ച കാസർഗോഡ് ജില്ലയുടെയും തൃശ്ശൂരിൻ്റെയും പത്തനംതിട്ടയ്ക്കും ചോദിച്ചതിനകത്ത് ഇതേ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ? അത് വൃത്തത്തിനകത്തായിരുന്നു പറഞ്ഞത്. എങ്കിൽ ഞാൻ ഒരു കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞേക്കട്ടെ. ഇവിടെ നീളവും വീതിയും 10% വീതം കൂടി എന്നല്ലേ പറഞ്ഞത്? കൂടി എന്നല്ലേ പറഞ്ഞേ? ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട്. കൂടി എന്ന് പറയുന്നതിന് പകരം കുറഞ്ഞു എന്ന് പറഞ്ഞു. സെയിം ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട്, സൈഡ് ബോക്സിൽ കിടപ്പുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. 6ാം ക്ലാസ്സിലെ പുസ്തകത്തിൻ്റെ സൈഡ് ബോക്സിൽ. ഓക്കെ, കുറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ കൂടിയത് ചെയ്ത്. ഇനി കുറഞ്ഞു എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നീളം 10% കുറഞ്ഞു. 10 കുറഞ്ഞാൽ 90. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഏതൊരു നീളവും ആദ്യം ഒരു വീതി ഉണ്ടായിരിക്കും. ആദ്യമുള്ള നീളവും ആദ്യമുള്ള വീതിയും 100%. 10 കുറഞ്ഞു 90%. ഓക്കെ ആണല്ലോ? വീതിയും 10 കുറഞ്ഞു. അടുത്ത വേറെ ക്വസ്റ്റ്യൻ ആണ്. വീതിയും 10 കുറഞ്ഞു. അപ്പോൾ എത്രയായി? അതും 90%. ഇൻറ്റു കൊടുക്കാം. ഓക്കെ, ഇവിടുത്തെ ഒരു ഇൻറ്റു 100 കൂടെ ഒന്ന് കൊടുക്കാം. ഇൻറ്റു 100 ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഈ 100ഉം 100 കൂടെ അങ്ങ് വെട്ടിപ്പോകും. ഈ 0 വിട്ട, ഈ 0 വിട്ട 9 81%. ഇപ്പോഴുള്ള നമ്മളുടെ വിസ്തീർണം 10% നീളവും 10% വീതിയും കുറഞ്ഞപ്പോൾ ഇപ്പോഴുള്ള നമ്മളുടെ വിസ്തീർണം 81% മാറി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമ്മുടെ ഇപ്പോഴത്തെ വിസ്തീർണം എത്രയായി മാറി? 81%. ഞാൻ പറഞ്ഞു തുടക്കത്തിൽ തന്നെ എപ്പോഴും എത്ര ശതമാനം ഉണ്ടായിരിക്കും? 100% ഉണ്ടായിരിക്കും. എപ്പോഴും 100% ആയിരിക്കും തുടക്കത്തിലുള്ളത്. ആ 100 ഉള്ളത് എത്രയായി മാറി? 81 മാറി. അപ്പോൾ എന്താണ്? 100 മൈനസ് 81 സമം 19% കുറയുവാണ് ചെയ്തത്. എത്ര ശതമാനം? 19% കുറഞ്ഞു. ഇങ്ങനെ ക്വസ്റ്റ്യൻ എത്ര ശതമാനം കുറഞ്ഞു എന്ന് ചോദിച്ചാൽ 19% കുറഞ്ഞു. ഇവിടെ എത്ര ശതമാനം കൂടി എന്ന് വെച്ചാൽ 21% കൂടി. ഇവിടെ എത്ര ശതമാനം ആയി എന്ന് ചോദിച്ചാൽ 121% ആയി. ഇവിടെ എത്ര ശതമാനം ആയി എന്ന് ചോദിച്ചാൽ 81% ആയി. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര ആയെന്നല്ല, എത്ര കൂടി എത്ര കുറഞ്ഞു. മനസ്സിലായോ? ഇതും രണ്ടും PSCക്ക് ചോദിക്കുക. ഈ രണ്ട് മോഡലും PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിജയൻ്റെ ശമ്പളത്തിൻ്റെ 25% കൂടുതലാണ് അജയൻ്റെ ശമ്പളം എങ്കിൽ അജയൻ്റെ ശമ്പളത്തിൻ്റെ എത്ര ശതമാനം കുറവാണ് വിജയൻ്റെ ശമ്പളം? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് PSC. ഞങ്ങൾ ഈ പറയുന്നത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. മനസ്സിലായല്ലോ? ഇത് ശമ്പളം വെച്ച് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ പറയും, ഇപ്പോൾ ഒരാൾ പഞ്ചസാരയുടെ വില 25% വർദ്ധിച്ചു എങ്കിൽ ഉപയോഗം എത്ര ശതമാനം കുറച്ചാലാണ് അവരുടെ വരുമാനം ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഒരു ടൂത്ത് പേസ്റ്റിൽ 25% കൂടുതലെന്ന് കാണിക്കുന്നു, അത് എത്ര ശതമാനം ഡിസ്കൗണ്ടിന് തുല്യമാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് PSC. ഇതേ സെയിം ക്വസ്റ്റ്യൻ. ഇത് സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ. ഈ അജയൻ്റെ വിജയൻ്റെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒത്തിരി എടുത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഉണ്ട് ഒരൊറ്റ ഇക്വേഷൻ പറഞ്ഞുതരാം. അതല്ലാതെ ചെയ്യുവാണെങ്കിൽ ശകലോടെ കറങ്ങി ചെയ്യണം. ഒരൊറ്റ ഇക്വേഷൻ പറഞ്ഞുതരാം. ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇങ്ങനെ ഇക്വേഷൻ എഴുതണം. x ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഓർ മൈനസ് x ഇൻറ്റു 100%. ഇത്രയേ ഉള്ളൂ. x ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഓർ മൈനസ് x ഇൻറ്റു 100%. ഓക്കെ, ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് ശ്രദ്ധിച്ചോണം. പ്ലസ് ഓർ മൈനസ് ഇതിന് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. ഇതെങ്ങനെ, എപ്പോഴാണ് പ്ലസ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് മൈനസ് ഉപയോഗിക്കേണ്ടത്? ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അജയൻ്റെ ശമ്പളം വിജയൻ്റെ ശമ്പളത്തെക്കാൾ 25% കൂടുതലാണെന്ന് പറഞ്ഞാൽ അങ്ങ് പ്ലസ് കൊടുത്തേക്കണം. എന്താണ്? കൂടുതലാണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് കൊടുത്തേക്കണം. മനസ്സിലായല്ലോ? ഇനി രണ്ടാമതാണ് ചോദിച്ചിരിക്കുന്നത് എത്ര ശതമാനം കുറവ്. അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യനിൽ ആദ്യം എന്താ പറഞ്ഞത്? കൂടുതലാണ്. 25 കൂടുതലാണ്, അപ്പോൾ നമ്മൾ പ്ലസ് കൊടുത്തേക്കും. ഇനി ഇങ്ങനെ പറഞ്ഞു അജയൻ്റെ ശമ്പളം വിജയൻ്റെ ശമ്പളത്തെക്കാൾ 25% കുറവാണെന്നല്ലേ പറയുന്നത്. ആ കുറവാണെന്ന് പറഞ്ഞാൽ നമ്മൾ മൈനസ് കൊടുത്തേക്കണം. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിജയൻ്റെ ശമ്പളം അജയൻ്റെ ശമ്പളത്തെക്കാൾ എത്ര ശതമാനം കൂടുതൽ കണ്ടുപിടിക്കേണ്ടതാണ് കൂടുതൽ. മനസ്സിലായി? അപ്പോൾ ഇവിടെ അതേപോലെ പറയുന്നത് കൂടുതലാണെന്നാണ് പറയുന്നത്, കണ്ടുപിടിക്കേണ്ടതാണ് കുറവ്. കണ്ടുപിടിക്കേണ്ടതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേ വേണ്ട. പറഞ്ഞേക്കുന്നത് കൂടുതലാണ്. ഉള്ളത് കൂടുതലാണെങ്കിൽ പ്ലസ്,
ഉള്ളത് കുറവാണെങ്കിൽ മൈനസ്, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് കൂടുതൽ, ഉള്ളത് കൂടുതലാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പ്ലസ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യമുണ്ട്, എക്സ് എന്തുവാണ്? എക്സ് വേറെ ഒന്നുമില്ല, ആയി കിടക്കുന്ന ഈ ശതമാനം 25% ഇല്ല, അതാണ് എക്സ്. അപ്പോൾ നമ്മുടെ എക്സിന്റെ വാല്യൂ കിട്ടി, നമുക്ക് എത്ര കിട്ടി? 25 എന്ന് കിട്ടിയില്ലൂടോ. ഇനി അങ്ങോട്ട് ചെയ്ത് നോക്കണോ. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ 25 ഡിവൈഡഡ് ബൈ 100. പറ എന്ത്? പ്ലസ് കൊടുക്കണോ മൈനസ് കൊടുക്കണോ? പറ, പ്ലസ് കൊടുക്കണോ മൈനസ് കൊടുക്കണോ? നോക്ക്, കൂടുതലല്ലേ? കൂടുതൽ. അപ്പോൾ പ്ലസ് കൂടുതലാണ്, 25% കൂടുതലാണ്. പ്ലസ് എക്സിന്റെ വാല്യൂ 25 ഇൻറ്റു 100%. ഓക്കെ ആണല്ലോ. നിങ്ങൾ നോക്കിയേ, 25 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 25 എത്ര? 125 ഇൻറ്റു 100%. 25 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 100%. ക്ലിയർ ആണല്ലോ. ഇന്നൊന്ന് വെട്ടിയേ. 125 25 5 25 125, 125 25 5 25 125, 1 5 25 100. ആൻസർ 20%. എത്രയാണ്? 20%. അപ്പോൾ അജയന്റെ ശമ്പളം വിജയന്റെ ശമ്പളത്തെക്കാൾ 25% കൂടുതലാണ് എങ്കിൽ വിജയന്റെ ശമ്പളം അജയന്റെ ശമ്പളത്തെക്കാൾ 20% കുറവാണ്. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. PSC 25 20 മാറി മാറി ചോദിക്കും. മനസ്സിലായോ? 25 കൂടുതലാണെങ്കിൽ 20 കുറവായിരിക്കും, 20 കുറവാണെങ്കിൽ 25 കൂടുതലായിരിക്കും. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഈ പരീക്ഷ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പോഴും ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു, അജയൻ്റെ ശമ്പളം വിജയൻ്റെ ശമ്പളത്തെക്കാട്ട് ഇത്ര കൂടുതലാണെന്ന്. ഓക്കെ ആണല്ലോ. ഞാൻ എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ ചെയ്തൊന്നുമില്ല, 25 കൂടുതലെന്ന് പറഞ്ഞു. അപ്പോഴെനിക്കറിയാം 20 കുറവാണ്. ഞാൻ കാണാതെ പഠിച്ചുകൊണ്ട് കാണാതെ പഠിച്ചു വെച്ച് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയത്. മനസ്സിലായി? ഇത് പലപ്പോഴും PSC ചോദിച്ചിട്ടുണ്ട്. സ്കൂൾ ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യനാണ്, നോക്കിക്കൊണ്ട് പോയിക്കോണം. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സാധനത്തിൻ്റെ വില കഴിഞ്ഞ മാസം 1800 രൂപയായിരുന്നു. ഈ മാസം അതിൻ്റെ വില 10% കുറഞ്ഞു. അടുത്ത മാസം അതിൻ്റെ വില 10% കൂടുമെന്നാണ് കടക്കാരൻ പറഞ്ഞത്. എങ്കിൽ അടുത്ത മാസത്തെ സാധനത്തിൻ്റെ വില എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതെങ്ങനെ ചെയ്യാം? ഒരു സാധനത്തിൻ്റെ വില 1800 രൂപ. ഓക്കെ, 1800 രൂപ. ഇതെന്ത് സംഭവിച്ചു? അടുത്ത മാസം ഈ മാസം അതിൻ്റെ 10% കുറഞ്ഞു. അപ്പോൾ ആദ്യമുള്ളത് 100%. ആദ്യമുള്ളത് 100%. 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് 90%. എത്രയാണോ? 90%. 10% വില കുറഞ്ഞാൽ അത് 90%. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അടുത്ത മാസം ഈ കിടക്കുന്ന വിലയുടെ 10% കൂടും. ഈ കിടക്കുന്ന വിലയുടെ 10% കൂടുമെന്ന് വെച്ചാൽ 110%. അപ്പോൾ ഇതിൻ്റെ 110% കാണണം. ഇതിൻ്റെ എത്ര ആണോടോ? 110% കാണണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ 0 0 വെട്ട, ഈ 0 0 വെട്ട, ഈ 2 0 ഈ 2 0 വെട്ട വെട്ടിയല്ലോ. ഓക്കെ, 11 × 9 99. അപ്പോൾ 18 × 99, 18 × 99 എത്ര ഇടും? 1782 എന്നിട്ട് എത്ര ഇട്ടോ? 1782. 19 99 × 18 1782 എന്ന് വെച്ചാൽ ഈ സാധനത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മാസം 1800 രൂപ ഉണ്ടായിരുന്നു. അത് 10% കുറഞ്ഞു. അത് 10% കുറഞ്ഞാൽ ഈ മാസത്തെ അതിൻ്റെ വില കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 90% ഉള്ളൂ. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 90% ഉള്ളൂ. ഓക്കെ, അടുത്ത മാസത്തെ ഇതിൻ്റെ വില ഈ മാസത്തെക്കാട്ടിലും 10% കൂടുതലായ 110%. ഈ മാസത്തെ വിലയുടെ 110% അടുത്ത മാസമുള്ളൂ. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1782 രൂപയായിരിക്കും അടുത്ത മാസത്തെ ഈ സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത്. ക്ലിയർ ആണോടെ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ക്യൂവിൽ 5 കുട്ടികൾക്ക് എത്ര രീതിയിൽ നിൽക്കാൻ കഴിയും? ഇതാണല്ലോ ക്വസ്റ്റ്യൻ. ഒരു ക്യൂവിൽ 5 കുട്ടികൾക്ക് എത്ര രീതിയിൽ നമുക്ക് അവരെ നിർത്താൻ പറ്റും? മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ വേറെ കാര്യമൊന്നുമില്ല. ഇപ്പം ഒരു ക്യൂവിൽ n കുട്ടികൾക്ക് എത്ര രീതിയിൽ നിൽക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ അത് n ഫാക്ടോറിയൽ രീതിയിൽ നിർത്താൻ കഴിയും. മനസ്സിലായല്ലോ? ഒരു ക്യൂവിൽ n കുട്ടികൾക്ക് എത്ര രീതിയിൽ നിൽക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ n ഫാക്ടോറിയൽ രീതിയിൽ അവരെ നമുക്ക് നിർത്താൻ പറ്റും. n ഫാക്ടോറിയൽ എന്താണ്? n ഫാക്ടോറിയൽ അത് അറിഞ്ഞുകൂടാത്തവർക്കൊന്ന് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, 2 × 1, 2 × 1. ഇനി 3 ഫാക്ടോറിയൽ എന്നാണ് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ അർത്ഥം 3 × 2 × 1. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത 4 ഫാക്ടോറിയൽ എന്നാണ് പറയുന്നതെങ്കിലോ, 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 × 3 × 2 × 1. ഇതാണ്
4 ഫാക്ടോറിയൽ. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കിയേ, ഒരു കുട്ടികൾക്ക് എത്ര രീതിയിലാണ്? 5 രീതിയിൽ. 5 രീതിയിലാകുമ്പോൾ നമുക്ക് എന്തായിരിക്കും? 5 ഫാക്ടോറിയൽ കുട്ടികളെ നിർത്താം. മനസ്സിലായല്ലോ? 5 ഫാക്ടോറിയൽ. ഈ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 4 × 3 × 2 × 1. ക്ലിയർ ആവുന്നല്ലോ? 5 × 4 × 3 × 2 × 1. ഇതാണ് 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നോക്കാം. 2 10 3 4 12 120 രീതിയിൽ നമുക്ക് ആ കുട്ടികളെ നിർത്താം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 120 രീതിയിൽ ആ കുട്ടികളെ നിർത്താം. മനസ്സിലായി? ഇപ്പോൾ 10 ഫാക്ടോറിയൽ ആണല്ലോ. 10 × 9 × 8 × 7 × 6 × 5 × 4 × 3 × 2 × 1. ഇങ്ങനെ നിർത്താം. എങ്ങനെ എത്ര ഫാക്ടോറിയൽ ആണോ ആ രീതിയിൽ നിർത്താം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പോൾ ഇവിടെ 5 ഫാക്ടോറിയൽ 5 കുട്ടികളെ എത്ര രീതിയിൽ നിർത്താമെന്ന് വെച്ചാൽ 5 × 4 × 3 × 2 × 1 സമം 120 രീതിയിൽ നമുക്ക് അവരെ നിർത്താം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കിനി അടുത്തത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിക്കും. ഇത് ചോദിച്ചത് ഒരു ഫയർമാന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഫയർമാന് 2022 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതുപോലെ തന്നെ ഒരു പരീക്ഷയ്ക്ക് വീണ്ടും വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇപ്പം നമ്മൾ എങ്ങനെ നിർത്തിയേക്കുന്നത്? ഇവരെ വരിയായല്ലേ നിർത്തിയേക്കുന്നത്. ഇനി വൃത്താകൃതിയിൽ എങ്ങനെ നിർത്താം? ഇപ്പം നമ്മൾ വരിയായിട്ടാണ് അവരെ നിർത്തിയേക്കുന്നത്. നമുക്ക് അവരെ എങ്ങനെ എടുക്കാം? വൃത്താകൃതിയിൽ നിർത്താം. ഇത് വരിയായിട്ട് നിർത്തുന്ന കേസാണ്. ഇനി വൃത്താകൃതിയിൽ എങ്ങനെ ഈ കുട്ടികളെ നിർത്താം എന്നാണ് അവർ ചോദിക്കുന്നതെങ്കിൽ 5 കുട്ടികളെ വൃത്താകൃതിയിൽ എങ്ങനെ നിർത്താം എന്ന് ചോദിച്ചാൽ n കുട്ടികളെ വൃത്താകൃതിയിൽ എങ്ങനെ നിർത്താമെന്ന് ചോദിച്ചാൽ n-1 ഫാക്ടോറിയൽ രീതിയിൽ അവരെ നിർത്താം. എന്തോടോ? n-1 ഫാക്ടോറിയൽ രീതി, വൃത്താകൃതിയിൽ n-1. നേരെയാണെങ്കിൽ n, മനസ്സിലായല്ലോ? നേരെയാണെങ്കിൽ n ഫാക്ടോറിയൽ, വൃത്താകൃതിയിലാണെങ്കിൽ n-1 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ n-ന്റെ വാല്യൂ ഇവിടെ അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 5. n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. നമുക്ക് എങ്ങനെ നിർത്താം? n-1 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 5 - 1ന്റെ ഫാക്ടോറിയൽ. ഓക്കെ ആണോ? 5 - 1 എന്ന് വെച്ചാൽ എത്രയാണ്? 4. 4ന്റെ ഫാക്ടോറിയൽ ആയിട്ട് നിർത്താം. 4ന്റെ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്തുവാ? 4 × 3 × 2 × 1. മനസ്സിലായോ? 2 3 6 6 4 24. ആൻസർ 24 രീതിയിൽ വൃത്താകൃതിയിൽ നമുക്ക് അവരെ നിർത്താം. മനസ്സിലായല്ലോ? വൃത്താകൃതിയിൽ 2021 ചോദിച്ച ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇത് 2022 ചോദിച്ച പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നേരെയാണെങ്കിൽ n ഫാക്ടോറിയലും അതേപോലെ വൃത്താകൃതിയിലാണെങ്കിൽ n-1 ഫാക്ടോറിയലായിട്ടും നമുക്ക് അവരെ നിർത്താം. ഓക്കെ ആണല്ലോ? ഒരു സമയരക്കട്ടയിൽ ചായം പുരട്ടിയ ശേഷം 27 സമയരക്കട്ടകളായി മുറിച്ചു മാറ്റുന്നു എങ്കിൽ ഒരു വശത്ത് പോലും ചായം പുരളാത്ത എത്ര സമയരക്കട്ടകളുണ്ട്? ഇത് 6ാം ക്ലാസ്സിലെ വ്യാപ്തം എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ ആണല്ലോ? ഇത് സാധാരണ PSC ചോദിക്കാറുണ്ട്. ഒരു വശത്ത് ചായം പുരളുന്നത്, 2 വശത്ത് ചായം പുരളുന്നത്, 3 വശത്ത് ചായം പുരളുന്നത്, ചായം പുരളാത്തത്, ഇങ്ങനെയൊക്കെ എപ്പോഴും PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചോദിച്ചാൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഓക്കെ, ഒരു സമയരക്കട്ടയിൽ 27 ചെറിയ സമയരക്കട്ടകളായി മുറിച്ചു മാറ്റുന്നു. ഒരു സമയരക്കട്ടയിൽ ചായം പൊട്ടിയ ശേഷം 27 സമയരക്കട്ടകളായി മുറിച്ചു മാറ്റിയാൽ ഒരു വശത്തും ചായം പുരളാത്ത എത്ര സമയരക്കട്ടകൾ ഉണ്ട് എന്ന് നമ്മളോട് ചോദിച്ചാൽ വേറെ പ്രത്യേകിച്ചും ചെയ്യേണ്ട. ഇത് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ഈ 27 കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇതാണ്. n-2 ദ ഹോൾ ക്യൂബ് ആണ്. n-2 ദ ഹോൾ ക്യൂബ് ആണ്. ഒരു വശത്തും നോ സൈഡ്, ഒരു വശത്ത് പോലും ചായം പുരളാത്ത സമയരക്കട്ടകളുടെ എണ്ണം എന്ന് വെച്ചാൽ n-2 ദ ഹോൾ ക്യൂബ് ആണ് ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും n എന്തുവാണെന്ന്. n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നേക്കുന്ന സമയരക്കട്ടകളുടെ എണ്ണം ഉണ്ടല്ലോ, സമയരക്കട്ടകളുടെ എണ്ണം 27, അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കണം. അതിൻ്റെ ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് വെച്ചാൽ 3. n എന്ന് വെച്ചാൽ 3 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? n എന്ന് വെച്ചാൽ 3. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നോ സൈഡ്, ഒരു സൈഡിൽ പോലും ചായം പുരളാത്ത സമയരക്കട്ടകളുടെ എണ്ണം എന്ന് പറയുന്നത് n-. അപ്പോൾ n-ന്റെ വാല്യൂ 3 - 2 ദ ഹോൾ ക്യൂബ്. 3 എന്ന് 2 പറഞ്ഞാൽ 1 ക്യൂബ് എന്ന് വെച്ചാൽ 1 എന്ന് വെച്ചാൽ ഒരു വശത്ത് പോലും ചായം പുരളാത്ത സമയരക്കട്ടകളുടെ എണ്ണം ഒരെണ്ണമായിരിക്കും 27 എണ്ണത്തിനകത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ഇതേപോലെ തന്നെ 3 വശത്ത് ചായം പുരളുന്നതും 2 വശത്തും 1 വശത്തും ഒക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ ചെയ്യാം, അല്ലെങ്കിൽ അതായിട്ട് ഒരു ക്ലാസ് ആയിട്ട് ചെയ്യാം. ഇത്തരം കാര്യം സ്കൂൾ ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സമയരക്കട്ടകളുടെ മൊത്തം എണ്ണം തന്നാൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുന്നതായിരിക്കണം n-ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ n-ന്റെ വാല്യൂ നമുക്ക് കിട്ടി. n-ന്റെ വാല്യൂ ഇത് പറഞ്ഞാൽ 3 കിട്ടി. നമുക്ക് എന്താ? n-2 ദ ഹോൾ ക്യൂബ്. അപ്പോൾ 3 - 2 ദ ഹോൾ ക്യൂബ് 1 ക്യൂബ് 1 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്.